അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളുടെ കാതുകൾക്ക് വേണ്ടി പ്രസംഗിക്കണമോ നിങ്ങളുടെ മനസ്സിന് വേണ്ടി പ്രസംഗിക്കണമോ? വെറുതെ പറഞ്ഞു കുടുങ്ങണ്ട, ചിന്താപൂർവം മറുപടി പറയാം. നിങ്ങളുടെ കാതുകളിൽ കേൾക്കാൻ, മുഴങ്ങാൻ, പ്രതിധ്വനിക്കാൻ ശ്രവണ മധുരമായി ഭാഷാ സാഹിത്യത്തിൻ്റെ പ്രയോഗ ഭംഗി കൊണ്ട് ഉരുട്ടിച്ചുരുട്ടി കേൾക്കാൻ എന്തൊരു ഭംഗി ഉണ്ടാവും. അത് വേണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗം. ചിന്തകളിലേക്ക് പകർന്നു നൽകാൻ ഭാഷ വേണ്ട. ആത്മഭാഷയാണ് ലോകത്ത് ഏറ്റവും സ്വാധീനമുള്ള ഭാഷ. ആത്മഭാഷണം. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ ഉറങ്ങുന്നവർക്ക് ഉറങ്ങാൻ കഴിയും, ഉറങ്ങുന്നതിനും കുഴപ്പമില്ല, അപ്പോഴും സംവേദനം നടക്കും. എനർജിയാണ്, നമ്മൾ ഉറങ്ങുമ്പോഴും വരും. എനിക്ക് പൊതുവെ ശ്രവണ മധുരമായി സംസാരിക്കാനൊന്നും അറിയില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ ആത്മസംവേദനത്തിന് ശ്രമിക്കുന്നു. അല്ലാഹുവിൽ അഭയം. ഇരിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വദുർരിയ്യതിഹി വഇത്രതിഹി വഅസ്വാജിഹി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ. ഫഹ്ലുൽ ബിഫദ്ലിക അൻ ലിസാനി ഉഖ്ദതൻ ഫഹ്ലുൽ ബിഫദ്ലിക അൻ ലിസാനി ഉഖ്ദതൻ കൈ യഫ്ഖഹു ദുററൻ ബിഫദ്ലിക ഖീലതി. അല്ലാഹുമ്മ ആമീൻ. ഇവിടെ സംസാരിക്കാൻ പ്രത്യേക ഒരു തലവാചകമൊന്നും പ്രിയപ്പെട്ട ആസിഫ് ഉസ്താദ് നിർദ്ദേശിച്ചിട്ടില്ല. ഒരു വേള അതാണ് ശരി. നിങ്ങളൊരു കളം വരച്ചാൽ ആ കളത്തിൽ നിന്ന് ഒതുങ്ങണം. അത് ചിലപ്പോൾ ചില സദസ്സിലൊന്നും വിജയിക്കൂല. പ്രഭാഷകൻ അദ്ദേഹം കണ്ടെത്തുന്ന ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്നതിന് വിട്ടുകൊടുക്കലാണ് ഇത്തരം ഒരു ക്യാമ്പിൽ കൂടുതൽ നല്ലത്. ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് തന്നതിന് നന്ദി. ഇനി നിങ്ങളെ ഞാൻ പറയുന്നതിലേക്ക് കൊണ്ടുവരണം. നാം എല്ലാവരും ഒന്നായി തീരണം ഇൻഷാ അല്ലാഹ്. റഫീഖ് സാർ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരു നിമിഷമായി, ഒരു സമയമായി, ഒരു സന്ദർഭമായി, ഒരു സാഹചര്യമായി നമ്മുടെ ഈ വേദിയെ കാരുണ്യവാനായ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഞാൻ ആലോചിച്ചു, നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് സ്ട്രൈറ്റ് പാത്താണ്, ഇന്റർനാഷണൽ സ്കൂളാണ്, നിലവാരമുള്ള സ്കൂളാണ് എന്ന് കുറേ കാലമായി ഞാൻ കേൾക്കുന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്താണ് ഈ നിലവാരം? ഒരു സ്കൂൾ സ്റ്റാൻഡേർഡുള്ള, വാല്യൂ ഉള്ള, നിലവാരമുള്ള, അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെയുള്ള കെട്ടിട സമുച്ചയങ്ങളുടെ ഭീമാകാരതയാണോ? അവിടെയുള്ള ഗ്രൗണ്ടിന്റെ കമനീയതയാണോ? അവിടെയുള്ള ഉദ്യാനത്തിന്റെ അഴകാണോ? അതൊക്കെ ഒരു ഘടകമാണ്. യഥാർത്ഥത്തിലുള്ള ഘടകം നിലവാരമുള്ള ഒരു സ്കൂൾ, പ്രതിഭകളെ സൃഷ്ടിക്കുന്ന, വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമാക്കുന്ന, ഉദ്ദേശത്തിലേക്ക് ഉയർത്തുന്ന, സർഗധനരായ കഴിവുള്ള മക്കളെ വാർത്തെടുക്കുക. അതാണ് നിലവാരം. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾ ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് സ്ഥാപന അധികൃതർ അനലൈസ് ചെയ്യണം. അവരേത് കലാലയത്തിൽ പോയാലും ഈ സ്ഥാപനത്തിൽ നിന്ന് നേടിയ മൂല്യം അവരിന്നും പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ വിജയിച്ചു. ലോകതലത്തിലുള്ള വലിയ സർവകലാശാലകളൊക്കെ ഉണ്ട്. എന്താണ് അതിൻ്റെയൊക്കെ വിജയം? യൂറോപ്യൻ രാജ്യത്തിലൊക്കെ ഉള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ അവർ പ്രതിഭകളെ വളർത്തി. പിൽക്കാലത്ത് പല രാജ്യങ്ങളിലും പ്രധാനമന്ത്രിമാരായവർ, പ്രസിഡന്റായവർ,
രാജ്യത്തെ നയിച്ച വലിയ വലിയ രാഷ്ട്രശില്പികൾ, അവരെയൊക്കെ സംഭാവന ചെയ്തു എന്നതാണ് ആ സ്ഥാപനങ്ങളുടെ മൂല്യം. പ്രാർത്ഥനാ മനസ്സോടെ നിങ്ങളും പറയുക, നമ്മുടെ ഈ മഹത്തായ ക്യാമ്പസിന് അത്തരമൊരു ലക്ഷ്യസാധ്യം അല്ലാഹു തആല സാക്ഷാത്കരിച്ചു തരട്ടെ. സദസ്സിലേക്ക് നോക്കുമ്പോൾ ഭാവിയുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ എനിക്ക് പറയാമായിരുന്നു. കേരളത്തിലെ ചില മന്ത്രിമാരെയൊക്കെ കാണുന്നുണ്ട്, MLA മാരെയൊക്കെ എന്തായാലും കാണുന്നുണ്ട്. പക്ഷെ അത് ഞാൻ അത്രയൊന്നും വാല്യൂ കൊടുക്കുന്നില്ല. നല്ല സയന്റിസ്റ്റുകളായ, നല്ല പ്രത്യുൽപ്പന്നമതികളായ, ഈ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ദിഷണാരംഗത്ത് നായകത്വം കൊടുക്കുന്ന വലിയ വലിയ ഉന്നതന്മാരെ ഇൻഷാ അല്ലാഹ് ഒരു 5, 6, 7, 8 വർഷമൊക്കെ കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ഭാവി അങ്ങനെ ആകണം. ഇതൊരാശംസയാണ്. ഇനി നിങ്ങളുടെ ദൗത്യം എന്താണ്? ആ പറഞ്ഞതിൽ എവിടെയെങ്കിലും ഒരു സ്ഥാനം ഞാൻ നേടിയെടുക്കുമെന്ന ദൃഢനിശ്ചയം. അല്ലാതെ എല്ലാവരും പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്നു, 2 വർഷം, പിന്നെ ഒരു 3 വർഷം ഡിഗ്രി, പിന്നെ ഒരു PG. എവിടെ? എന്തിന്? അതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. സ്ട്രൈറ്റ് പാത്തിന് അതൊന്നും അല്ല വേണ്ടത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വത്തെ ഇൻഷാ അല്ലാഹ് വളർത്തിയെടുക്കാൻ കഴിയണം. അല്ലാഹുവിൽ അഭയം. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രസംഗം കുറച്ചെന്തൊക്കെ പറയൂ. അത് നിങ്ങൾ കേവലം കേൾവിക്കപ്പുറം പ്രാർത്ഥനാ മനസ്സോടുകൂടി കേൾക്കുക. ഞാൻ ആലോചിച്ചു, ഇങ്ങനെയുള്ള നമ്മുടെ മക്കളോട് സംസാരിക്കാൻ എന്തായിരിക്കും നല്ലത്? ചരിത്രം പറഞ്ഞുകൊണ്ട് പോകാം. അതിനേക്കാളും കുറച്ചുകൂടി എളുപ്പം കഥകൾ പറയലാണെന്ന് എനിക്ക് തോന്നി. ഞാനൊരു 10-20 കഥകൾ എൻ്റെ മനസ്സിലേക്ക് ഒന്നുകൂടി ശരിപ്പെടുത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതിൽ 5-6 കഥകളെങ്കിലും പറയാം. സമർപ്പണത്തിന്റെ കഥകൾ. തലവാചകം വേണമെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയിക്കാം, അസ്ലിം തസ്ലം. ഇത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കത്തിലെ വാചകമാണ്. സഹീഹുൽ ബുഖാരിയിലുണ്ട്. അസ്ലിം തസ്ലം. അതിന് ചിലരൊക്കെ അർത്ഥം വെക്കൽ എന്താ അറിയോ? താങ്കൾ മുസ്ലിം ആവുക, രക്ഷപ്പെടാം. അത് ബാഹ്യമായ ഒരു അർത്ഥം മാത്രമാണ്. അസ്ലിം ഇന്നത്തെ നമ്മുടെ ചിന്ത അതാണ്. നമ്മുടെ വിഷയമല്ല, നമ്മുടെ ചിന്ത അതാണ്. സറണ്ടർ, സമർപ്പണം, മനസ്സും ചിന്തയും ബോധവും അർപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം. നാം പഠിക്കുന്ന വിഷയത്തോടുള്ള സമർപ്പണം, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയുള്ള സമർപ്പണം, നമ്മുടെ ഗുരുനാഥന്മാരോടുള്ള സമർപ്പണം, സർവോപരി നമ്മുടെ സൃഷ്ടാവായ പടച്ച തമ്പുരാനോടുള്ള സമർപ്പണം. എങ്ങനെയാണത്? പറയാം. കുറച്ചു നേരം നമുക്ക് അങ്ങനെ ആലോചിച്ചു പോകാം. ഒരു കാര്യം ആദ്യം പറയാം, എല്ലാവർക്കും മനസ്സിലാകുന്നൊരു കാര്യം. വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒരാൾ ഉയരുമോ? പ്രയത്നം കൊണ്ട് മാത്രം ഒരാൾ വളരുമോ? അധ്വാനം കൊണ്ട് മാത്രം ഒരാൾ പണക്കാരനാവുമോ? നിങ്ങൾ എൻ്റെ കൂടെ ചിന്തിക്കണം. ചോദ്യം ആവർത്തിക്കുന്നു. പണമുണ്ടാകണം, വിജയിക്കണം, ഇതാണ് ലക്ഷ്യം. അധ്വാനം കൊണ്ട് മാത്രം പണം ഉണ്ടാവുമോ? ബിസിനസ് കൊണ്ട് മാത്രം പണം ഉണ്ടാവുമോ? കഠിന പരിശ്രമം കൊണ്ട് മാത്രം പണം ഉണ്ടാവുമോ? എത്ര ശതമാനമാണ് പണമുണ്ടാവുക എന്ന ലക്ഷ്യം നേടാൻ ഈ പറഞ്ഞതൊക്കെ സഹായിക്കുക? ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും. ഡിഗ്രിയൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ PGയും കഴിഞ്ഞ്, അല്ലെങ്കിൽ SSLC മാത്രം കഴിഞ്ഞ് വിദേശങ്ങളിലൊക്കെ പോയി വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളെ കെട്ടിപ്പടുത്ത കോടീശ്വരന്മാര് മലയാളികളുണ്ട്. പേര് ഞാൻ ഇവിടെ പറയേണ്ടതില്ല. അവരെക്കാളും വിദ്യാഭ്യാസത്തിൽ, സർട്ടിഫിക്കറ്റിൽ എത്രയോ മുൻപന്തിയിലുള്ളവർ അവരുടെയും മുമ്പ് വിദേശത്ത് പോയി ഈ കളി തുടങ്ങിയവരാണ്. അവരിപ്പോഴും ജീവനക്കാരാണ്, പണിയെടുക്കുന്നവരാണ്. ഇദ്ദേഹമാണെങ്കിലോ പണമെടുക്കുന്നയാളാണ്, പണിയെടുക്കുന്നില്ല. നമുക്ക് ആരെയാണ് മാതൃകയാക്കാൻ പറ്റുക? അല്ലെങ്കിൽ ആരെയാണ് നമുക്ക് ആശിക്കാൻ പറ്റുക, പ്രതീക്ഷിക്കാൻ പറ്റുക? കഠിന പ്രയത്നം നടത്തി വിജയിച്ചവർ.
മക്കളെ, തുലാം ചുരുക്കാണ്. പ്രയത്നങ്ങളും പരിശ്രമങ്ങളും, ഞാൻ നിങ്ങളുടെ ബുദ്ധിയെ തളർത്തുന്നില്ല, പക്ഷെ ഒരു യാഥാർത്ഥ്യം പറയുകയാണ്. വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ, യോഗ്യതകൾ, പഠനങ്ങൾ, പരീക്ഷണങ്ങൾ, പരിശ്രമങ്ങൾ, കഠിനമായ പ്രയത്നങ്ങൾ, ഇതെല്ലാം വിജയിച്ചു മുന്നേറുക എന്ന അവസ്ഥയുടെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ സാധിച്ചു തരുന്നുള്ളൂ എന്ന സത്യം അത് ചരിത്രമാണ്, അത് യാഥാർത്ഥ്യമാണ്. ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള വലിയ പണക്കാരുടെയൊക്കെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ അതിൽ കേരളത്തിലെ 10ൽ 1 എന്ന് പറയാവുന്ന കോടീശ്വരന്മാരുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. SSLC കഴിഞ്ഞവരുണ്ട്, അതിലപ്പുറം പോയിട്ടില്ല. അവര് നടത്തുന്ന കോടീശ്വരന്മാരായ അവരുടെ കമ്പനികളിൽ PhDയും പിന്നെയും എത്രയോ സർട്ടിഫിക്കറ്റുകളുള്ളവർ അവരുടെ പണിക്കാരാണ്. ഇവരാരായി മാറി? എന്താണ് ഇതിന്റെ രഹസ്യം? ഇത് ചിലപ്പം നിരാശ ഉണ്ടാക്കുന്ന ഒരു മുഖദ്ദിമയാണ്, ഒരാമുഖാണ്. പഠനം കൊണ്ടും പരിശ്രമം കൊണ്ടും നേടുകയില്ല എന്നല്ല, അതല്ല വിജയത്തിന്റെ അടിസ്ഥാന മാനദണ്ഡം എന്ന ഒരു തത്വത്തിലേക്ക് പുതിയ തലമുറ വളരണം. അതിലും അപ്പുറമുള്ള ചിലതൊക്കെ ഉണ്ട്. എന്താണ് മാർഗം? പ്രിയപ്പെട്ട മക്കളെ, അതിന് മറ്റൊന്നുകൂടെ ഉണ്ട്. മുസ്ലിമീങ്ങൾ പറയുന്ന ഒരു വാക്കാണ്, ഒരു തൗഫീഖാണ്. ഓ, അങ്ങനെയാ? അതെവിടുന്നാ കിട്ടുക? അതൊരു തൗഫീഖാണ്. അങ്ങനെയല്ല പറയേണ്ടത്. ആ തൗഫീഖ് സമാർജിക്കുവാനുള്ള ചില മിനിമം പരിപാടികൾ നമുക്ക് സാധിക്കും. ഒന്നുകൂടെ, വിജയിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം വിദ്യാഭ്യാസം, പരിശ്രമവും കഠിന പ്രയത്നവും മാത്രമല്ല. അതൊക്കെ നിശ്ചിതമായ ഒരു അളവിലേ സഹായിക്കുന്നുള്ളൂ. അതിലുമൊക്കെ അപ്പുറം തൗഫീഖ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അത് അറബി പറയുന്നേ ഉള്ളൂ. വബില്ലാഹി തൗഫീഖ്, അല്ലാഹുവിൽ ശരണം, പടച്ച തമ്പുരാന്റെ കടാക്ഷം, ഈശ്വരീയമായ കൃപ. ഓ, അപ്പൊ അതുണ്ടെങ്കിലേ കഴിയുള്ളൂല്ലേ? അതിനുണ്ടാൻ എന്താ മാർഗം? അത് അല്ലാഹ് തരണം. അതെവിടുന്നാ കിട്ടുക? ഇന്നത്തെ ഈ 10 മിനിറ്റ് ഞാൻ നിങ്ങളോട് പറയുന്നു, ആർക്കെങ്കിലും സാധിക്കാത്ത ഒരു കാര്യത്തെ ഇത്തരം ഒരു വേദിയിൽ ബുദ്ധിമാന്മാരായ കുട്ടികളോട് പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾക്കൊക്കെ സാധിക്കും. ആ തൗഫീഖ് എന്ന മഹാഭാഗ്യത്തെ, ഈശ്വരീയ കടാക്ഷം, കൃപ എന്ന് പറയുന്ന ആ മഹാഭാഗ്യ സംഭവത്തെ നമുക്ക് നേടാൻ കഴിയും. അതിനാരാവണം? നേടണം എന്ന ബോധത്തോടു കൂടി ചിലത് ചെയ്യാനുണ്ട്. നേരത്തെ റഫീഖ് സാർ ചെറിയൊരു വാക്ക് അതിനിടെ പറഞ്ഞു. ഉദ്ദേശം, തീരുമാനം, നിയ്യത്ത്, അത് നല്ലപോലെ നിങ്ങൾ മീറ്റർ റെഡിയാക്കി വെക്കണം. ലക്ഷ്യം വേണം, സ്വപ്നം വേണം, ഞാൻ എന്താകണം എന്ന പരിശ്രമ ബോധം വേണം. അതുകൊണ്ടൊന്നും ആയില്ല. ലക്ഷ്യസാധ്യത്തിന് എന്ത് വേണം? അല്ലാഹുവിന്റെ കൃപ കൊണ്ടുള്ള ഒരു തൗഫീഖ് വേണം. ആ തൗഫീഖ് നേടിയെടുക്കാനുള്ള കുറേ മാർഗങ്ങളുണ്ട്. അതിലെവിടെയെങ്കിലും ഒക്കെ പോയിട്ട് എങ്ങനെയെങ്കിലും തലയിടാൻ ശ്രമിക്കുക. ഇതാണ് ഈ ക്ലാസിന്റെ ആകെ സന്ദേശം. തൗഫീഖ് സമാർജിക്കാൻ സഹായകമായ ചില വിദ്യകളുണ്ട്, സൂത്രങ്ങളുണ്ട്. അത് പറയാൻ പോവുകയാണ്. നിങ്ങൾക്ക് ചിലപ്പോഴും ആ ഒരൊറ്റ തൗഫീഖ് നേടാനുള്ള ഇവിടെ പറയാൻ പോകുന്ന ആ ഒരൊറ്റ സന്ദേശം നടപ്പിൽ വരുത്തുക വഴി ചിലപ്പോൾ മഹാരാജാവാകാം, പ്രധാനമന്ത്രിയാകാം, ലോകജ്ഞാനിയാകാം, വലിയ എഴുത്തുകാരനാകാം, വിജയത്തിന്റെ ഏത് മാർഗത്തിലും വളരാം. ഇത്രയും കൂടി ആമുഖം കേട്ടപ്പോൾ പ്രതീക്ഷയുള്ളവരെന്താ ആലോചിക്കണോ? ആമുഖം പറഞ്ഞ് കളയാതെ ഒന്ന് വേഗം പറഞ്ഞു വരി. കഥകളിൽ നിന്ന് തുടങ്ങാം. പക്ഷെ അത് പുതിയ തലമുറയോടൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർ അവഗണിക്കുമെന്നൊരു ഭയം. അതത്ര ബുദ്ധിപരമല്ല, അതത്ര ലോജിക്ക് ഓക്കെ അല്ല. ലോജിക്ക് ഓക്കെ ആവുക എന്നത് അനുഭവ സത്യങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക, എന്നിട്ട് ഓക്കെ ആണോ നോക്കുക. അത്രയും മറുപടി പറയുന്നുള്ളൂ. എന്താണ് മാർഗം?
ഇന്നത്തെ ഈ സദസ്സിൽ നിന്ന് 1 മണിക്കൂർ കഴിഞ്ഞാൽ എൻ്റെ പ്രസംഗം സാധാരണ നിർത്തും. ഇത് നേടാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇൻഷാ അല്ലാഹ് അതിലേതെങ്കിലും ഒന്ന് ഞാൻ എൻ്റെ ജീവിത ആദർശമായി, പ്രായോഗിക മാർഗമായി, എൻ്റെ ജീവിതത്തിലെ മുദ്രാവാക്യമായി ഇൻഷാ അല്ലാഹ് ഞാൻ സ്വീകരിക്കും. അതിന് ഖുർആനികമായ പേരാണ് അത്തൗഫീഖ് എന്നോ അത്തസ്ലീം. അസ്ലിം തസ്ലം, സമർപ്പണം. അതിന് സഹായകമായ വിദ്യയാണ്. അതിന് പറ്റുന്ന ഒരു വഴിയിലേക്ക് അല്ലാഹു തആല നമ്മളെ വഴി നടത്താൻ ചില സൂത്രങ്ങളുണ്ട്. അത് പഴമക്കാരൊക്കെ പറയുമ്പോൾ വേണ്ടതുപോലെ ഒന്നും അങ്ങോട്ട് ആഗ്രഹിക്കൂല. ബുദ്ധിയല്ല വിജയത്തിന്റെ മാനദണ്ഡം. ഞാൻ ഭാരതീയമായ ഒരു കഥയിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരാളാണ് നമ്മുടെ ഭാരതത്തിന്റെ അഭിമാനമായി യൂറോപ്പും ലോകവും മുഴുവൻ കൊണ്ടു നടക്കുന്ന ആദിശങ്കരൻ, ശങ്കരാചാര്യൻ. ശങ്കരാചാര്യരുടെ കാലടിയിലുള്ള ആശ്രമത്തിൽ വളരെ മുമ്പ് പോയി പ്രഭാഷണം നടത്താനുള്ള അവസരം ഈ വിനീതന് മുമ്പുണ്ടായിരുന്നു. അന്നു മുതൽ ആദിശങ്കരനുമായി ബന്ധപ്പെട്ട ചരിത്രവും കഥയൊക്കെ പറയാറുണ്ട്. അദ്ദേഹം ഇവിടെ ഉപേക്ഷിച്ചു പോയ പ്രതിഭാധനരിൽ ഇന്നും ഭാരതം ഓർക്കുന്ന ഒരു വലിയ സംഭവമുണ്ട്, വലിയൊരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം ചിലരൊക്കെ പറയുന്നത് ആദിശങ്കരന്റെ സ്ഥാപനത്തിൽ ശൃംഗേരി മഠത്തിൽ പഠിക്കുന്ന ബുദ്ധിമാന്മാരായ ജ്ഞാനികളായ പ്രതിഭാശാലികളായ ആളുകളുടെ ഇടയിൽ അല്പം ബുദ്ധി കുറഞ്ഞ മന്ദബുദ്ധി എന്ന് ആരോപിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ടിരുന്ന ആളാണ് ഗിരി. പേര് ഗിരി എന്നായിരുന്നു. ഞാൻ ഈ പറയുന്ന 5-8 കഥ പറയും. ആ കഥയിൽ ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് പറ്റുമോ നോക്ക്. ലോജിക്ക് മാറ്റിവെക്ക് പ്ലീസ്. ലോജിക്കിൽ ഇത് കൊള്ളുന്നില്ലല്ലോ, കൊള്ളൂല. അനുഭവത്തിൽ കൊള്ളുന്നുണ്ടെങ്കിലോ, ചരിത്രം സാക്ഷ്യമാണെങ്കിലോ, പ്രയോഗം കൊണ്ട് അത് സമ്മതിക്കാതെ നിർവാഹമില്ലെങ്കിലോ. ആദിശങ്കരന്റെ ഇത് ഞാൻ പറയുമ്പോൾ നമ്മൾ മുസ്ലിങ്ങളാണ്, കുറച്ചുകൂടി വിശാലരാകണം സംസാരത്തിലും ചിന്തയിലും ഒക്കെ. അള്ളാഹുവിന്റെ ദീനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയും അള്ളാഹു നമുക്ക് നൽകി. നമ്മൾ അതിൽ അഭിമാനിക്കുന്നു. അതാണ് നമ്മുടെ ജീവിത ആദർശം. അതേ സമയത്ത് ഭാരതീയമായ ധന്യമായ സമ്പന്നമായ പൈതൃകത്തെ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കണം. ആരെങ്കിലും വേറെ ഏതോ വഴിക്കൊക്കെ നമ്മുടെ ചിന്തയെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വിനീതമായി അപേക്ഷിക്കുന്നു, ഭാരതീയ ധന്യത, ദർശനങ്ങളുടെ, നിറവാർന്ന ചിന്തകളുടെ, വിശാലമായ കാഴ്ചപ്പാടുകളുടെ വലിയ ഒരു പൈതൃക ഭൂമിയാണ് നമ്മുടെ രാജ്യം. അവിടെ വേദങ്ങളും ഉപനിഷത്തുക്കളും പഠിപ്പിച്ച മഹർഷിമാരും നാഥന്മാരും നൽകിയ വലിയ മുതലുണ്ട്. പക്ഷെ നമ്മളേലും അതുപോലെ ഉണ്ട് എന്ന് പഠിച്ചാൽ പോരെ? അതിലും മേലെ നമുക്ക് നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ പോരെ? അതുകൊണ്ട് ഞാൻ പറയാം, ആദിശങ്കരനെ എന്തിനാ ആദ്യം പറഞ്ഞത്? എനിക്കിത് വല്ലാതെ ഇഷ്ടപ്പെട്ടതാ. പണ്ടേ മന്ദബുദ്ധിയായി ആരും അത്രയൊന്നും ഗൗനിക്കാത്ത ഒരാളായിരുന്നു അത്ര ഗിരി. എന്നിട്ട് ക്ലാസ് എടുക്കാൻ ശൃംഗേരി മഠത്തില് ആദിശങ്കരൻ ക്ലാസ് എന്നൊന്നും പറയാൻ പറ്റില്ല, ചൊരിഞ്ഞു കൊടുക്കലായിരുന്നു, പകർന്നു കൊടുക്കലായിരുന്നു. അത്തരം മഹാഗുരുക്കന്മാരൊന്നും കാതിലേക്ക് പറഞ്ഞു കൊടുത്തവരല്ല. അവരൊക്കെ മനസ്സകങ്ങളിൽ നിന്ന് മനസ്സിലേക്ക് കോരിച്ചൊരിഞ്ഞു കൊടുത്തവരായിരുന്നു. ഈ കഥയിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത്, എങ്കിൽ ഞാൻ തയ്യാറാണ്, എങ്കിൽ പരിശുദ്ധ ഖുർആനിലെ ഒരു വചനം മതി നുകരാനും പകരാനും ശ്രമിച്ചുകൊണ്ട് മനസ്സ് തുറന്നു വെച്ച് നിങ്ങൾ സ്വീകരിക്കാൻ സന്നദ്ധരായാൽ നിങ്ങൾക്ക് ലോക ജേതാവായി മാറാൻ പരിശുദ്ധ ഖുർആനിലെ ഒരു ശകലം മതി, ഒരു ഗുരുനാഥന്റെ ഒരു നല്ല നോട്ടം മതി, ഒരു പാഠപുസ്തകത്തിലെ ഒരധ്യായം മതി. എല്ലാം കൂടെ ഒന്നും പഠിക്കണ്ട. ഈജിപ്തില് ഒരു വലിയ ഭരണാധികാരി ഉണ്ടായിരുന്നു, പേര് ഞാനിപ്പോ പറയും. അദ്ദേഹം ആ തലത്തിലേക്ക് എത്തിയതിന്റെ ന്യായം ഈജിപ്ഷ്യൻ ചരിത്രം പറയുന്നുണ്ട്. ഒരു മജ്ദൂബ്, മലയാളത്തിൽ പറഞ്ഞ ഒരു ദർവേഷ്, അദ്ദേഹം ഉലകത്തിനെ പറ്റി പഠിക്കുന്നില്ല, ഉലകത്തിന്റെ നാഥനെ കുറിച്ച് ചിന്തിക്കുന്ന ആളാണ്.
അദ്ദേഹം രാവിലെ ഒരു അല്പം ഭക്ഷണം കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് കത്തലടക്കാൻ വേണ്ടി അവിടെ എവിടെയൊക്കെ അങ്ങനെ ഭിക്ഷ യാചിക്കും. ഈ യാചന വേറെയാണ്, ഭിക്ഷ വേറെയാണ്. ഒന്നുകൂടെ അതൊക്കെ പിന്നെ പഠിക്കും നിങ്ങൾ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ നടന്നു പോവുക തെരുവിലൂടെ, കൈറോവിലൂടെ. അപ്പോഴ് കുറെ പട്ടാളക്കാരുണ്ട് അവരുടെ ജോലിയിൽ. അവരൊക്കെ നല്ല നാസ്ത കൊണ്ടുവന്ന് കഴിക്കുകയാണ്. ഇദ്ദേഹത്തിന് ഒരു കഷ്ണം റൊട്ടി കിട്ടിയാൽ മതി. ഇത് അവിടെ നിന്നോട്ടോ, സേവ് ചെയ്തോളി, പക്ഷെ ഇപ്പം വർക്കാവൂല. ഇത് മനസ്സിലവിടെ വെച്ചോളി എല്ലാവരും. സേവ് ആവൂല, സേവ് ആവൂ ഇൻഷാ അല്ലാഹ്. ഞാൻ ആ സോഫ്റ്റ്വെയറും കൂടെ തരാം, അതിൻ്റെ ആപ്ലിക്കേഷനും കൂടെ തരാം. ഈ ദർവേഷ് ഇങ്ങനെ നടന്നിട്ട് ഒരു കഷ്ണം പത്തിരി തരുമോ, ഈജിപ്ത് മഹാരാജ്യം നിങ്ങൾക്ക് തരാം. ഇങ്ങനെ കണ്ട് നാം മറന്നു പോരുത്. ഈജിപ്ത് രാജ്യം ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങളൊരു കഷ്ണം പത്തിരി ഹുബ്സ് തരുമോ. അപ്പൊ പലരും മനസ്സിലാക്കി പുതിയ ഒരു തട്ടിപ്പാണല്ലോ, പിരിവിന്റെ പുതിയൊരു ഭാഷ. ഈജിപ്ത് രാജ്യം തരുവേ, അയാളോ? എല്ലാവരും അവഗണിച്ചു. ഇദ്ദേഹത്തിന് ഒരു കഷ്ണം പത്തിരിയാ വേണ്ടത്. ഇതാരാ ആള്? മേൽ ലോകവുമായി സമ്പർക്കപ്പെട്ട ആളാ, ഒരു ദർവേഷാണ്. ഈ ലോകത്തെ പരിപാലിക്കുന്ന റബ്ബായ അള്ളാഹുവിലേക്ക് മനസ്സ് കണക്റ്റഡായ ആളാ. ഇത് നിങ്ങൾ ഉള്ളിൽ വെച്ചോ. ഇങ്ങനെയൊക്കെ ആളുകൾ അവിടെ ഇവിടങ്ങളിലൊക്കെ ഉണ്ട്. കർഷകരിലുണ്ട്, മത്സ്യക്കച്ചവടക്കാരിലുണ്ട്, ബാർബർമാരിലുണ്ട്, ഓട്ടോ ഡ്രൈവർമാരിലുണ്ട്. ആരെയും നിസാരപ്പെടുത്തല്ലേ. ഈ പട്ടാളക്കാരിൽ ഒരാൾ പോലും അദ്ദേഹത്തെ മാനിച്ചില്ല, അദ്ദേഹത്തിന്റെ വാക്ക് ചെവിയോർത്തില്ല. പക്ഷേ ഒരു ചീന്ത് പത്തിരി തന്നാൽ ഈജിപ്ത് മുഴുവൻ തരാമെന്ന് ഒരു മുഹമ്മദ് അലി എന്ന പേരുള്ള പട്ടാളക്കാരൻ കേട്ടപ്പോ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, ആ പറയുന്ന ആളുടെ മുഖത്തൊരു സത്യസന്ധത ഉണ്ടല്ലോ. ഈജിപ്ത് ഒന്നാകെ കിട്ടാൻ ഒരു പത്തിരി കൊടുത്താൽ മതി, സത്യമാവോ? സലീം കുമാറിന്റെ ഒരു കഥ ഉണ്ട്. ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ ആരും ചിരിക്കുന്നില്ല. അതിന്റെ അർത്ഥം സലീം കുമാറിന്റെ അത്രയും മനോഹരമായൊരു വിറ്റ്. അപ്പൊ ഇവിടുത്തെ സിലബസിലാവുന്നില്ല. സലീം കുമാർ എന്ന് പറയുമ്പോൾ തിരിഞ്ഞോ? ഇന്ത്യൻ പ്രധാനമന്ത്രി. ഞാൻ ഇന്ന് ചെറിയ പ്രതിസന്ധിയിലാണ് സത്യത്തിൽ. ഇവിടുത്തെ കുറെ സ്റ്റാഫ്, കുറെ അധ്യാപകർ, കുറെ സുഹൃത്തുക്കളൊക്കെ പ്രായമുള്ള നല്ല പക്വതയുള്ള വിദ്യാഭ്യാസമുള്ള ആളുകൾ. അവരിപ്പോൾ കക്കാട് ഉസ്താദിന്റെ പ്രസംഗം ഒന്ന് കേൾക്കണം എന്ന് വിചാരിച്ചിരിക്കുക. ഞാൻ അവരെ ലക്ഷ്യം വെച്ച് വല്ലതും ആഴമുള്ളതോ മറ്റോ പറഞ്ഞാൽ നിങ്ങളോട് പറയേണ്ടത് പറഞ്ഞാലോ അവര് ഉസ്താദ് എന്താ സലീം കുമാറിനെയൊക്കെ പറയണത്, അബുൽ കലാമിനെയൊക്കെ അല്ലേ പറയേണ്ടത്. എനിക്കിഷ്ടപ്പെട്ടതേ ഞാൻ പറയൂ. സലീം കുമാർ പറഞ്ഞത്ര ബിരിയാണി കൊടുക്കുന്നുണ്ട്, അവിടെ പോയി കോളിയും. ഞാൻ അതിന്റെ ക്ലിപ്പ് കേട്ടതാ, വെറുതെ ചാമ്പ്യത. ഇതിങ്ങോട്ട് കേട്ടപ്പോഴേക്ക് വിശ്വാസികളായ ലോകം ഓടി. ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ബിരിയാണി കഴിക്കാൻ ഓടുക. അപ്പൊ സലീം കുമാർ അഥവാ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ നമ്മളും പോയി നോക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ഡയലോഗാണ്, അഥവാ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ. ആരായി കഥ ഉണ്ടാക്കിയത്? സലീം കുമാർ തന്നെ ഉണ്ടാക്കി. ഇപ്പൊ ഇത് എന്നെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് മൊബൈലെങ്കിലും കണ്ടവരോ കേട്ടവരോ ഒന്ന് കൈവയ്ക്കുക ഇല്ല. അതിന്റെ അർത്ഥം എന്താ പറയുക? നിങ്ങളൊക്കെ ന്യൂ ജനറേഷനാണ്, നമ്മളൊക്കെ പഴയ കാലത്ത് കണ്ടതാ. ശരി, ഇത് ഞാൻ വെറുതെ പറഞ്ഞ് സമയം കളഞ്ഞതല്ല. ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം. അഥവാ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ നഷ്ടപ്പെട്ടുകൂടാ. എനിക്കത് നേടിയെടുക്കണം, എനിക്കത് സമാർജിക്കണം. ഈ മുഹമ്മദ് അലി എന്ന പട്ടാളക്കാരൻ പെട്ടെന്ന് പറഞ്ഞത്രേ, അദ്ദേഹത്തിന്റെ മുഖത്ത് എന്തോ ഒരു സന്തോഷമുള്ള മുഖാണ്. അദ്ദേഹം വേഗം തനിക്ക് വിധിക്കപ്പെട്ട ഖുബൂസ് എടുത്തുകൊണ്ട് വേഗം ഓടിച്ചെന്നു ഈ ദർവേഷിന് സമ്മാനിച്ചു. ദർവേഷ് ഖുബൂസ് ഒരു കൈ കൊണ്ട് വാങ്ങിയിട്ട് അദ്ദേഹത്തിനെ ആശീർവദിച്ചിട്ട് പറഞ്ഞു, ഈജിപ്ത് മഹാരാജ്യം മോനെ നിനക്ക് കിടക്കട്ടെ. ആ മുഹമ്മദ് അലിയാണ് ഇന്ന് ഈജിപ്ഷ്യൻ ചരിത്രത്തിൽ ഏറ്റവും പ്രസിദ്ധനായ മുഹമ്മദ് അലി പാഷ. കൈറോവിൽ പോയാൽ ഇന്നും വലിയ കോട്ടയുണ്ട്, മുഹമ്മദ് അലി പാഷയുടെ കോട്ട.
അറിയപ്പെട്ട ഭരണാധികാരിയായി മാറി. ആഴമുള്ളവര് പറയുന്നു, ചരിത്രബോധ്യമുള്ളവര് പറയുന്നു, ആ ദർവേഷിന്റെ ഗുരുത്വമാണ് ആ ഒരു സെക്കൻഡ് നേരം അദ്ദേഹത്തോട് കാണിച്ച സ്നേഹത്തിന്റെ, സമർപ്പണത്തിന്റെ, അർപ്പിച്ചു അദ്ദേഹം. അതിന്റെ പേര് മലയാളത്തിൽ നമ്മുടെ ഉമ്മയും ബാപ്പിയൊക്കെ പറയണത് കുരുത്തന്നാ. കുരുത്തം അറിയില്ലെങ്കിലും കുരുത്തം കെട്ടോനെ നിങ്ങളൊക്കെ അറിയില്ലേ? അത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഡയലോഗാ, കുരുത്തം കെട്ടോനെ. ഗുരുത്വം എന്നാണത്. ഈ ഗുരുത്വം എന്ന ഒരു മഹാനിധിയെ ഇന്ന് ഞാൻ ഉദ്ബോധിപ്പിക്കുന്നു ഈ വേദിയിൽ. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഏറ്റെടുക്കണം. അത് മാതാവിൽ നിന്നാകാം, പിതാവിൽ നിന്നാകാം, അയൽവാസിയിൽ നിന്നാകാം, ഒരു രോഗിയിൽ നിന്നാകാം, ഒരു കഷ്ടപ്പെട്ട പാവപ്പെട്ടവനിൽ നിന്നാകാം, ഒരു ശരിയായ ഗുരുനാഥനിൽ നിന്നാകാം, എന്തിനധികം നമ്മളുമായി സമ്പർക്കപ്പെടുന്ന ഒരു യാചകനിൽ നിന്നാകാം. അവരുടെ മനപ്പൊരുത്തത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ആശീർവാദത്തിന്റെ പേരാണ് ഗുരുത്വം. ഏതെങ്കിലും ഒരു നല്ല നിമിഷത്തിൽ ആരെങ്കിലും ഒരാള് നിനക്ക് അങ്ങനെ സൗഭാഗ്യം വരട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുക. വീണ്ടും പറയുന്നു, അത് ഉസ്താദുമാരും ആവാം, മാഷുമാരും ആവാം. നമ്മൾ എവിടെയോ ഒരു പാവപ്പെട്ടവന് ഒരു 10 രൂപ കൊടുത്തു, ഒരു യാചകന് മുഖത്ത് നോക്കി പറഞ്ഞു, പടച്ചോൻ സഹായിക്കട്ടെ, അല്ലെങ്കിൽ ഈശ്വരൻ നിനക്ക് കൃപ തരട്ടെ. ആ ഒരൊറ്റ വാക്കിൽ നിന്ന് വിസ്ഫോടനമായി വരുന്ന ഒരു സംഭവത്തിന്റെ പേരാണ് തൗഫീഖ്. വിശാലമായി പറയേണ്ടതാണെങ്കിലും ഈജിപ്തിലെ മുഹമ്മദ് അലി പാഷ എന്ന മഹാചക്രവർത്തി ഈ തലത്തിലേക്ക് ഉയരാനുണ്ടായ അദ്ദേഹത്തിന്റെ ചരിത്രപരമായ നിയോഗം ഈ ഒരു കാരണത്തിൽ നിന്നായിരുന്നു എന്ന് നിരവധി പുസ്തകങ്ങളിൽ നിന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഭാരതത്തിലേക്ക് തന്നെ വരാം. ശങ്കരാചാര്യരുടെ എല്ലാവരും അറിയാം, അദ്വൈത സിദ്ധാന്തവും ഭാരതത്തിലെ ഉയർന്ന ദർശനങ്ങളുടെ വക്താവായിരുന്നു ആദിശങ്കരൻ. ശങ്കരാചാര്യർ ഈ ലൗകികമായ ദർശനത്തിൽ അവതരിപ്പിച്ച ചിന്തകളൊക്കെ വളരെ ഉത്കൃഷ്ടമാണ്. ഇനി ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊക്കെ ഉയർന്ന ജ്ഞാനികളാണ്, വലിയ പ്രതിഭാധനന്മാരാണ്. ഈ ഗിരി എന്ന് പറയുന്ന ആളാണെങ്കിൽ ഒരു 5 മിനിറ്റ് കുറവാന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു അത്രേ. ഞാൻ ഇതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇത് ഭാരതീയമായ ചരിത്രത്തിലൊക്കെ ഉള്ളതാണ്. അങ്ങനെ സ്വാമിജി ആണെങ്കിലോ ശങ്കരാചാര്യർക്ക് ഈ കുട്ടിയെ വലിയ കാര്യമാണ്. കുറച്ച് 5 മിനിറ്റ് കുറവാന്നൊക്കെ ജനങ്ങൾ പറഞ്ഞാലും അത് വല്ലാതെ അങ്ങോട്ട് അംഗീകരിക്കും. എന്നാൽ അദ്ദേഹം എന്താ സ്വീകരിച്ചത്? ഗുരുകൃപയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമം. എല്ലാവരും പുസ്തകങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുക്കളൊക്കെ മനഃപ്പാടമാക്കുന്ന സമയത്തും ഗിരി എന്ന മോൻ ഗുരുനാഥനെ സേവിക്കും. ശങ്കരാചാര്യരുടെ വസ്ത്രം അലക്കി കൊടുക്കുക, തൊട്ടപ്പുറത്തെ പുഴയിൽ പോയി, കാലടിയൊക്കെ അറിയാലോ, ശൃംഗേരിയിലും ഉണ്ട് പുഴ, അവിടെയൊക്കെ ചെന്ന് ഗുരുനാഥന്റെ വസ്ത്രം അലക്കി കൊടുക്കുക, അദ്ദേഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക. അദ്ദേഹം ജ്ഞാന തപസ്സിലിരിക്കുമ്പോഴും ഗുരുവിന്റെ ശരീരസുഖത്തിനു വേണ്ടി സേവിക്കുക. ഇന്നത്തെ പ്രസംഗത്തിലൊന്നും ഇത് വരാത്തത് കൊണ്ട് ഞാൻ ആ വിഷയം തിരഞ്ഞെടുത്തതാ. ഗുരുവിന്റെ ശരീരത്തിനെ സേവിക്കുക, അദ്ദേഹത്തിന് ആഹാരം സമയത്തിന് കൊടുക്കുക, അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞു കൊടുക്കുക. ഇവിടെ നിങ്ങൾ ഗുരു എന്നുള്ളിടത്ത് എന്ത് വെക്കണോ? ഉമ്മാന്ന് വെച്ചോ. ഇന്നത്തെ ക്ലാസ് ഫലപ്രദമാവണമെങ്കിൽ എന്ത് വേണം? ഉമ്മയുടെ ആവശ്യം കണ്ടറിഞ്ഞ് ചെയ്യുക, ബാപ്പായുടെ ഉദ്ദേശത്തിനനുസരിച്ച് നീങ്ങുക. അയൽവാസിയായ ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട്, അയാളുടെ ആഗ്രഹം കണ്ടറിഞ്ഞ് ചെയ്യുക, പറയുന്നതിന് മുൻപ് ചെയ്യുക. ഈ ഗിരിയുടെ ചരിത്രം പറയുന്നത്, ഒരിക്കൽ ക്ലാസ്സിലിരുന്നു. അപ്പോഴ് ശങ്കരാചാര്യർ ദർസ് തുടങ്ങുന്നില്ല. ഉപനിഷത്ത് വ്യാഖ്യാനത്തിലെ തത്വമസി പഠിപ്പിച്ച ആളല്ലേ. ഇത് ഇന്നെ സ്വാധീനിച്ച ഒരു സംഭവമായതുകൊണ്ട് ഞാൻ പറയാം. ശങ്കരാചാര്യർ പറഞ്ഞു, എവിടെ നമ്മുടെ ഗിരി? അവൻ വന്നില്ലല്ലോ. അപ്പം മിടുക്കന്മാര് പറഞ്ഞു, അവർക്ക് എന്തൊരു പേരുണ്ടല്ലോ, പഠിപ്പിസ്റ്റുകൾ. അയാളെ കാത്തിരിക്കുക ക്ലാസ് തുടങ്ങാൻ. അയാൾ 5 മിനിറ്റ് കുറവുണ്ടായാലും ലാഭ മക്കളെ, 5 മിനിറ്റ് കൂടിയാലും ലാഭ. നോർമൽ ആയാലാ കുഴപ്പമോ?
ഇതൊന്നും തിരിയൂല, കുറച്ച് കഴിയുമ്പൊക്കെ തിരിയും. പക്ഷെ വല്ലാത്ത പരിഹാസം സദസ്സിൽ നിന്ന് മിടുക്കന്മാരെന്ന് തോന്നുന്ന വലിയ വലിയ ശിഷ്യന്മാര് പറഞ്ഞപ്പോൾ ഗുരുവിനങ്ങ് തോന്നിയത്രേ ആ കുട്ടിക്ക് എന്തെങ്കിലും സമ്മാനിക്കണം. ഭാരതീയരായ ഹൈന്ദവ വേദാന്തികളൊക്കെ സമ്മതിക്കുന്ന ഒരു കഥയാണിത്. ഇതുപോലെ നിരവധി കഥ ഇസ്ലാമിക സമൂഹത്തിലുണ്ട്. മുഹമ്മദ് അലി പാഷയുടെ കഥയ്ക്ക് വേണ്ടി ഒരു കൂട്ട് ഞാനിത് പറയാ. പെട്ടെന്ന് ഗുരുവിന് തോന്നിയതാണത്രേ ഈ കുട്ടിയെ കഴിവുള്ള ലോകത്തേക്ക് വെച്ച് ഏറ്റവും വലിയ മിടുക്കനായി എൻ്റെ പിൻഗാമികളിൽ ഒന്നാമനായി വളർത്തണം. ഒരു നിമിഷ നേരത്തെ മഹാഗുരുവായ ശങ്കരാചാര്യരുടെ സന്മനസ്സിൽ നിന്ന് വിരിഞ്ഞ ഒരു പ്രാർത്ഥനാ തിരുനോട്ടം. പുഴയിൽ നിന്ന് ഗുരുവിന്റെ വസ്ത്രമലക്കുകയാണ്. ഗുരു പറഞ്ഞു അവൻ വന്നിട്ടേ ക്ലാസ് തുടങ്ങൂ. പെട്ടെന്ന് ഗിരി, ഇപ്പം നിങ്ങൾക്ക് ആർക്കും ഗിരിയെ തിരിഞ്ഞിട്ടില്ല, കുറച്ച് കഴിഞ്ഞാൽ തിരിയും. അദ്ദേഹം പെട്ടെന്ന് വരുന്നത് എങ്ങനെയാ? ഭാരതം അന്ന് വരെ കാണാത്ത സംസ്കൃതത്തിലെ അതുല്യമായ ശ്ലോകം. ഇന്നും അത് അറിയപ്പെടുന്നതാണ്, എല്ലാവരും പഠിച്ചതുമാണ്. തോടകാചാര്യൻ ശങ്കരാചാര്യരിൽ സമാധിയായപ്പോൾ പിൻഗാമികളായി വെച്ചതിൽ ഏറ്റവും വലിയ ഒന്നാമത്തെ പ്രതിനിധാനമായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് തോടകാചാര്യൻ. എന്താ സംഭവം? അത് നമുക്ക് അറിയാത്തോണ്ട് സാരില്ല കേട്ടോ, നമുക്ക് അറിയാത്തോണ്ടാ. സംസ്കൃതത്തിലെ ഒരു വൃത്തത്തിന്റെ പേരാണ് തോടകം. നമ്മളെ പാട്ടിനൊക്കെ ഉണ്ടാവില്ലേ, മലയാള പാട്ടിനും മാപ്പിളപ്പാട്ടിനും ഒക്കെ രീതി. ഏറ്റവും ടഫായ ഒരു ഇശലാണ് അല്ലെങ്കിൽ ഒരു രീതിയാണ് തോടകം. ശ്ലോകം ചൊല്ലിക്കൊണ്ട് വരുന്നു. സദസ്സിൽ വെച്ച് ഗുരുവന്ദനമായി നിരവധി ശ്ലോകങ്ങൾ. അതിൻ്റെ മുമ്പ് ഒരു പാട്ടിന്റെ ഒരു വരി പോലും പഠിക്കാത്ത, ക്ലാസ്സിൽ എല്ലാവരും അവഗണിക്കുന്ന, പിന്തള്ളുന്ന, ഓൻ പഠിക്കുന്നത്. അധ്യാപകർ ശ്രദ്ധിക്കണം, മാർക്കിടുന്നവർ ശ്രദ്ധിക്കണം, വലിയ യൂണിവേഴ്സിറ്റികളൊക്കെ ശ്രദ്ധിക്കണം. ഭാരതത്തിന് വലിയ പ്രതിഭകളെ സമ്മാനിച്ചതൊന്നും വലിയ മിടുക്കന്മാരായ വിദ്യാർത്ഥികൾ മാത്രമല്ല. മിടുക്കിനേക്കാളും വലുതാണ് ഗുരുത്വം. വീണ്ടും ആവർത്തിക്കുന്നു, ഗുരുത്വം എന്ന് പറഞ്ഞാൽ അത് അധ്യാപകരിൽ നിന്നാകാം. അത് നിങ്ങൾ സങ്കുചിതമായി കാണരുത്. ഞാൻ ഇന്നും ആദരിക്കുന്ന എൻ്റെ അധ്യാപകനാണ്, ഞാൻ വല്ലാതെ സ്നേഹിക്കുന്ന, ഇന്നും മലയാള ഭാഷയിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോഴേക്ക് ഞാൻ മനസ്സുകൊണ്ട് നമിക്കുന്ന ആളാണ് ശ്രീ ഗംഗാധരൻ മാഷ്. 3ാം ക്ലാസ് സ്കൂളിൽ പഠിക്കാൻ പഠിച്ചിട്ട് ഒഴിഞ്ഞുപോയി. പിന്നെ അദ്ദേഹം എന്നെ തെരുവിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് 3ാം ക്ലാസ്സിൽ ഒരിക്കലും കൂടെ പഠിപ്പിച്ച് മലയാളം വല്ലാതെ പഠിപ്പിച്ചു. 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും. ആ ഗംഗാധര മാഷയുടെ ഗുരുത്വമാണ് ഈ വിനീത 4ാം ക്ലാസ് വരെ ആകെ പോയിട്ടുള്ളൂ. ഇന്നും മലയാളം പറയാൻ തെറ്റുകൂടാതെ ചിലതൊക്കെ പറയാൻ കഴിയുന്നു. ഗുരുത്വം. ചിലപ്പോൾ നിങ്ങൾ ഈ സമയം നഷ്ടമായി എന്ന് കരുതരുത്. നിങ്ങൾക്ക് ഉമ്മയിൽ നിന്നത് വേണം, ഉസ്താദിൽ നിന്നത് വേണം, മാഷിൽ നിന്നത് വേണം, സദ്ഗുരുക്കന്മാരിൽ നിന്നത് വേണം. അന്ന് മുതൽ ഗിരിയുടെ പേര് തോടകാചാര്യൻ. പിന്നീട് അദ്ദേഹത്തിന് കൃപ ലഭിച്ച തോടക വൃത്തത്തിൽ ശങ്കരാചാര്യരെ സ്തുതിച്ചുകൊണ്ട് പാടിയ ശ്ലോകം ഇനി നിങ്ങൾക്കൊക്കെ അന്വേഷിച്ച് നോക്കാം. ആ തോടക ശ്ലോകത്തിന്റെ ഭംഗി ഞാനത് കുറെ അധികം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഗുരുവിനെ വന്ദിക്കുകയാണ്. എന്താ പറഞ്ഞു കൊണ്ടുവരുന്നത്? ഒരു കവിത ചൊല്ലാത്ത, ഒരു വരി പാട്ട് പാടാത്ത, പഠനത്തിൽ തീരെ മിടുക്കനല്ലാത്ത തോടകാചാര്യൻ മഹാനുഭാവനായ ശങ്കരാചാര്യരുടെ വിയോഗശേഷം മഠാധിപതിയായി 1ാം സ്ഥാനത്ത് നിർദ്ദേശിക്കപ്പെട്ട ആളായിരുന്നു. പിന്നെ അദ്ദേഹം നിരവധി ശ്ലോകങ്ങളും. ഇത് ഇവിടുന്ന് തുടങ്ങുന്നത് എന്തിനാ? നമുക്ക് വരാം, നമ്മുടെ വീട്ടിലേക്ക് പോകാം. നമ്മുടെ ഉമ്മയുടെ കൈവശം ഉണ്ട് ഈ നിധി. നമ്മുടെ ബാപ്പാടെ കയ്യിലുണ്ട് മക്കളെ ഈ നിധി. ഇവിടെയൊക്കെ നല്ല നല്ല ബാപ്പാരുടെ, നല്ല നല്ല ഉമ്മമാരുടെ മക്കളാണ് എൻ്റെ മുമ്പിലുള്ളത്. നിങ്ങളിതൊന്ന് കൽബുകൊണ്ട് കേൾക്ക്. അവരിൽ നിന്ന് അത് സ്വായത്തമാക്കാൻ ഒരു നല്ല നിമിഷത്തിൽ അവരൊന്ന് പറഞ്ഞു കിട്ടിയാൽ മതി. പടച്ചോനെ, എൻ്റെ മോനെ കടാക്ഷിക്കണേ, എൻ്റെ മോനെ ഗുരുത്വത്തിലാക്കണേ. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് സാമൂഹ്യ പാഠത്തൊന്നും സയൻസ് പാഠത്തൊന്നും ഒന്നും കിട്ടൂല ഈ ക്ലാസ്. ഞാൻ ഇനി ഖുർആനിലേക്ക് വരാം. വിശുദ്ധ ഖുർആനിലെ ഒരു കഥാപാത്രമാണ് ലിയ.
ലിയ എന്ന് പേരുള്ളവരൊക്കെ ഉണ്ടാകാം. ഞാൻ ഈ ചരിത്രം കൂടുതൽ വായിച്ചപ്പോ ലിയ എന്ന പേരിനോട് തന്നെ ഇഷ്ടമായി. പരിശുദ്ധ ഖുർആനിൽ സൂചക കഥാപാത്രമായി വന്ന ഒരു പെൺകൊടിയുടെ പേരാണ് ലിയ. ഖുർആനിൽ ആ ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെയുണ്ടോ? ആ ഒരൊറ്റ പെൺകൊടിയുടെ കടപ്പാട് പുലർത്തിയ, സമർപ്പണം പുലർത്തിയതിന്റെ പേരിൽ എന്തു സംഭവിച്ചു? ആരാണ് ലിയ? പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരാളുണ്ട്, നിങ്ങൾക്കൊക്കെ കാണാതെ അറിയുന്ന ആളാണ്. സയ്യിദുന അയ്യൂബ് അലൈഹിസ്സലാം. അയ്യൂബ് നബീനെ എല്ലാവർക്കും അറിയാലോ. ആ അയ്യൂബ് നബിയുടെ പത്നിയുടെ പേരാണ് ലിയ. ഞാൻ ഈ അടുത്ത് പുസ്തകരചനയുമായി ബന്ധപ്പെട്ട വിഷയത്തിനുള്ള വിശാലമായ റഫറൻസിലാണ് ഇത് കണ്ടത്. എന്നിട്ട് ഭാരതീയവും ക്രൈസ്തവുമായ ചരിത്രങ്ങളൊക്കെ പഠിച്ചു നോക്കി. ഈ ഒരളവിൽ ഒരു സമർപ്പണം കാണിച്ച ഒരു പെൺകുടിയുടെ ചരിത്രം ജീവിതത്തിൽ എവിടെയെങ്കിലും കാണാൻ കിട്ടുമോ നോക്കി. എന്താ ചെയ്തതെന്ന് അറിയോ? കഥ വേഗം പറയാം, കഥ എല്ലാവർക്കും ഇഷ്ടാ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, സയ്യിദുന അയ്യൂബ് അലൈഹിസ്സലാം റബ്ബി ഇന്നി മസ്സനി അദ്ദുറു വഅൻത അർഹമുർ റഹീമീൻ. സയ്യിദുന അയ്യൂബിന് സാമ്പത്തികമായും ആരോഗ്യപരമായും സാമൂഹികമായും എന്തൊക്കെയോ തകർച്ച വന്നു, രോഗവും വന്നു. പകർച്ചവ്യാധിയാണെന്ന് ആളുകളൊക്കെ പറയാനും തുടങ്ങി. മക്കൾ ആദ്യം പിരിഞ്ഞുപോയി, മക്കളിൽ പലരും മരിച്ചും പോയി. നാട്ടുകാർ മുഴുവൻ ഒറ്റപ്പെടുത്തി. സുഖമില്ലാതെ ശരീരത്തിൽ പ്രത്യേകമായ ഒരു വ്രണങ്ങളൊക്കെ വന്നു. വെറുപ്പുള്ളതൊന്നുമല്ല, അങ്ങനെയൊന്നും പറയണ്ട. വല്ലാതെ വിഷമിച്ചു. 18 വർഷം എല്ലാവരും ഒഴിഞ്ഞുപോയി, മുഴുവൻ ഒഴിഞ്ഞുപോയി. ഒരൊറ്റയാൾ കൂടെ നിന്നു. ആ പെൺകൊടിയുടെ പേരാണ് ലിയ. അവർക്ക് റഹ്മത്ത് എന്ന പേരാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. റഹ്മത്തം മിൻ ഇൻദിന എന്ന ഒരു പദം ഈ വിഷയത്തിൽ ഉള്ളത് കൊണ്ട് ഇവിടെ പണ്ഡിതോചിതമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല, വിദ്യാർത്ഥികളോടാണ്. റഹ്മത്ത് എന്നും പേരുണ്ട്, എന്നാൽ വേദക്കാരൊക്കെ പറയുന്നത് ലിയ എന്നാണ്. 18 വർഷം ഭർത്താവിനെ പരിചരിച്ചു. നാടൊഴിവായി, കുടുംബൊഴിവായി, 10 പൈസക്ക് വകയില്ലാതായി. ഭർത്താവായ അയ്യൂബിന് ജീവിതത്തിന്റെ മാർഗ ഉപജീവനം ഇല്ലാതെ ആയപ്പോൾ ഈ ലിയ എന്ന ഭാര്യ, പ്രവാചക പത്നി അലൈഹസ്സലാം, അവര് അധ്വാനിക്കാൻ പോയി. മുതലാളിമാരുടെ വീട്ടിൽ പണിയെടുക്കാൻ പോയി. കിട്ടുന്ന പൈസ കൊണ്ട് വീട്ടിൽ വന്ന് ഭർത്താവായ അയ്യൂബിന് ഭക്ഷണം കൊടുക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ പണിയില്ലാതായി. ആളുകൾ പറഞ്ഞു, അതാ മറ്റേ വീട്ടിൽ നിന്നാണ് ആ പെണ്ണ് വരുന്നത്, അവിടെ സുഖമില്ലാത്ത ഒരാളുണ്ട്. 18 വർഷം. ഇത്തരമൊരു പരീക്ഷണത്തിൽ അല്ലാഹു തആല നമ്മെ ആരെയും കൊടുക്കാതിരിക്കട്ടെ, നമ്മുടെ ഉമ്മമാരെയും നമ്മുടെ ആരെയും കൊടുക്കാതിരിക്കട്ടെ. എന്നാലും ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠത്തിന് ഇങ്ങനെയുള്ളവർ വേണമല്ലോ. വല്ലാതെ സുഖമില്ലാതെ വിഷമിച്ചു. 18 വർഷം കഷ്ടപ്പാടിന്റെ ലോകത്തായി. പരിശുദ്ധ ഖുർആൻ ആ കഥ ഗംഭീരമായി പറയുന്നുണ്ട്. വദ്കുർ അബ്ദന അയ്യൂബ. ഖുർആൻ പറയുന്നു, വ അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനി അദ്ദുറു വഅൻത അർഹമുർ റഹീമീൻ ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ വആതൈനാഹു അഹ്ലഹു. ഇവിടെ ഖുർആനിൽ പറഞ്ഞ അഹ്ലഹു എന്ന് പറഞ്ഞാൽ ലിയ എന്നാണ് അർത്ഥം. അവർക്ക് റഹ്മത്ത് എന്ന പേരുമുണ്ട്. അതെവിടെ നിന്ന് കിട്ടി? വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മത്തൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. സൂറത്തുൽ അംബിയാ 84. ജോലിക്ക് പോയിട്ട് ഭർത്താവിനെ രക്ഷിക്കാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തു. അവസാനം ജോലിക്ക് സ്വീകരിച്ചിരുന്ന വീട്ടുകാർ പറഞ്ഞു, ഇല്ല, നിങ്ങൾ ഇവിടെ ഇന്നു മുതൽ ജോലിക്ക് വരണ്ട. നിങ്ങൾ വരുന്ന വീട് അത് ഒരു സുഖം പോരാ, ബേജാറാണ്. അവസാനം ഇത് ചെയ്തത് നിങ്ങൾ ഇതുവരെ കേട്ടവർ കൈവോക്ക് തന്നെ വേണം. ഞാനിതിപ്പോ ഈ അടുത്താണ് ഗൗരവത്തോടെ പഠിച്ചത്. അൽ ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ അൽ ബിദായത്തു വന്നിഹായിൽ ഈ ചരിത്രം ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. ലിയ ചെയ്തത് എന്താണ്? ആ കാലത്തെ ആ രാജ്യത്തിലെ ഒരു സമ്പന്ന വീട്ടിലേക്ക് കയറി ചെന്നു. അവിടെ രാജകുമാരിയെ പോലെ വാഴുന്ന ഒരു സൗന്ദര്യം ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയുണ്ട്. അവളോട് പതുക്കെ പറഞ്ഞു, എനിക്ക് 4 പത്തിരിക്കുള്ള പൈസ തരണം. ഒന്നും എൻ്റെ കയ്യിലില്ല, യാചിക്കാൻ എനിക്ക് പറ്റില്ല, അതെൻ്റെ ഭർത്താവിന് ഇഷ്ടവുമല്ല. എന്താണ് തരുക?
അവസാനം കേശം, മുടിയുടെ പകുതി ഭാഗം, അതിനെന്താ പറയാ, മുടി എന്നൊന്നും പറയരുത്, സ്ത്രീകളെ ആദരിക്കണം. കൂർക്കൂന്തൽന്നോ അതോ കാർക്കൂന്തൽന്നോ? അന്താളിക്കാൻ മാത്രമുള്ള ചരിത്രമല്ലേ അത്? മുടിയുടെ പകുതി ഭാഗം ഒരു പ്രമാണി കുടുംബത്തിലെ ഒരു പരിഷ്കാരിയായ പെൺകുട്ടിക്ക് വിറ്റു. മുടി പകുതി ഇങ്ങോട്ട് വെട്ടിയെടുത്തിട്ട്. ഞാൻ ഈ വേദങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുന്ന ആളാ, മതഗ്രന്ഥങ്ങളൊക്കെ താരതമ്യം ചെയ്യുന്ന ആളാ. ഇങ്ങനെ ലോകത്തെ ഏതെങ്കിലും ഒരു പെൺകുട്ടി സ്വന്തം ഭർത്താവിന് വേണ്ടിയോ മറ്റാർക്കോ വേണ്ടിയോ ഇത്രയും സമർപ്പണം നടത്തിയത് ഞാനിതുവരെ വായിച്ചിട്ടില്ല. ഞാൻ ഹൈന്ദവ ക്രൈസ്തവ പണ്ഡിതന്മാരും ഒക്കെ ബന്ധപ്പെടുമ്പോഴും വല്ലാത്തൊരു സംഭവമാണ്. സ്വന്തം മുടി പകുതി അങ്ങ് മുറിച്ചു കൊടുത്തു. എന്നിട്ട് പത്തിരിയും ചെറിയ രൂപത്തിലുള്ള ഭക്ഷണമൊക്കെ വാങ്ങി അയ്യൂബ് അലൈഹിസ്സലാമിൻ്റെ അടുത്ത് ചെന്നു. അയ്യൂബിന് സംശയമായി, ഇന്ന് ഇത്രയും വേഗം വന്നിട്ടുണ്ടല്ലോ. അപ്പം അയ്യൂബിന് ഒരിക്കലും ഇത് ഇഷ്ടപ്പെടൂല. ഒരിക്കലും അദ്ദേഹം കാണാതിരിക്കാൻ, മറ്റാരും കാണാതിരിക്കാൻ കോർത്തു വെച്ച് കെട്ടി. ഒരു നിലക്കും കാണാൻ പറ്റില്ല. അന്ന് ഏതായാലും ഭർത്താവ് നിറവാർന്ന രൂപത്തിൽ ഭക്ഷണം കഴിച്ചു. ആര്? സയ്യിദുനാ അയ്യൂബ് അലൈഹിസ്സലാം. അതിൻ്റെ ഭക്ഷണം കഴിഞ്ഞു. ഇനിയും പട്ടിണിയാണ്, ഇനിയും യാതൊരു മാർഗവുമില്ല. അടുത്ത ദിവസം ചെന്നു വീണ്ടും തൻ്റെ തലയുടെ ബാക്കി ഭാഗം കൊടുത്തു. സമർപ്പണത്തിൻ്റെ ഇത് നാളെ നിങ്ങളും ഞാനും ചെയ്യാനുള്ള ഒരവസ്ഥ നമുക്ക് വരാതിരിക്കട്ടെ. അതേ സന്ദർഭത്തിൽ ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മത്തൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. തലയിലെ ശിരസ്സിലെ ഒരു പെണ്ണിനെ ഇതിന്റെ കഥ അറിയൂ. പെൺകുട്ടികളോടൊന്ന് പറഞ്ഞു നോക്കണം, മുടിയുടെ ഒരു 4 സെന്റ് ഇങ്ങോട്ട് മുറിക്കട്ടെ. സമ്മതിക്കൂല. ഇങ്ങനെ അരുമയായി പോറ്റി വളർത്തിയ ഈ മുടി മുഴുവൻ അങ്ങ് കളഞ്ഞു കൊടുത്തു. മൊട്ട തലയായി പെൺകുട്ടി ലിയ. അല്ലാഹു തആല കടാക്ഷിച്ചു. ആ ഒരു സ്നേഹ പരിപാലനത്തിന്റെ മുമ്പിൽ ഇവിടെ നിങ്ങൾ പഠിക്കണം. നിങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഭാര്യയും ഭർത്താവും ഒക്കെ ആവാനുള്ളവരാണ്. ഈ സമർപ്പണത്തിന് പടച്ച തമ്പുരാൻ കൊടുത്തതാണ് വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും. ഖുർആനിൽ മറ്റൊരിടത്ത് പറയുന്നത് വവഹബ്നാ ലഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മത്തൻ മിന്നാ വദിക്റാ ലിഉലിൽ അൽബാബ്. ഇനി ഇവിടെ വേറെ ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. മുടി തീർത്തും കളഞ്ഞു കൊടുത്ത് ഭർത്താവിന് ഒരു നേരത്തെ ആഹാരം കൊടുത്ത റഹ്മത്ത് എന്ന ലിയ എന്ന ഈ പെണ്ണ് അല്ലാഹു തആല ദുആ കേട്ടു. റബ്ബി ഇന്നി മസ്സനിയ ദുർറു വഅൻത അർഹമുർ റഹീമീൻ എന്ന് സയ്യിദുനാ അയ്യൂബ് ഖൽബ് കൊണ്ടൊന്ന് ദുആ ചെയ്തപ്പോഴേക്ക് അല്ലാഹു തആല മുഴുവൻ തിരിച്ചു കൊടുത്തു. ആരോഗ്യം തിരിച്ചു കൊടുത്തു. ആരോഗ്യം തിരിച്ചു കിട്ടാൻ ആവശ്യമായ ചികിത്സാ വിധി അല്ലാഹു തആല അയ്യൂബിനെ അറിയിച്ചു. ഖുർആനുണ്ട്, അത് അങ്ങോട്ട് പോകുന്നില്ല. ഉർകുദ് ബിരിജ്ലിക്. ഇപ്പോഴും ഒമാനിൽ പോകുന്നവർക്കറിയാം സയ്യിദുനാ അയ്യൂബ് കുളിച്ചു എന്ന് ഖുർആൻ പറഞ്ഞ ആ തടാകം ഇപ്പോഴും ഉണ്ട്. അവിടെ ഈ വിനീതം പോയിട്ടുണ്ട്, പലരും പോയിട്ടുണ്ട്. പക്ഷെ അത് സയ്യിദുനാ അയ്യൂബിന് ആ കൊടുത്ത സിദ്ധി നമ്മളിപ്പോ ടൂറിസ്റ്റ് ഗൈഡുമാർ പറയുന്നത് കൊണ്ട് കിട്ടുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഉർകുദ് ബിരിജ്ലിക്. കാലൊന്നിട്ടിട്ട് ആ വെള്ളത്തിലൊന്ന് ഇതാക്കുക, അതിൽ കുറച്ച് വെള്ളം കുടിക്കുക. ബാരിദുൻ ഷറാബ് ഖുർആൻ പറയുന്നുണ്ട്, തണുത്ത വെള്ളമാണ്. അതോടുകൂടെ സയ്യിദുനാ അയ്യൂബ് അലൈഹിസ്സലാം 18 വർഷത്തെ ആരോഗ്യപരമായ ക്ഷീണം മാറി, എല്ലാം മാറി പുതിയൊരു മനുഷ്യനായി പ്രത്യക്ഷപ്പെട്ടു എന്ന് ഖുർആൻ ചരിത്രത്തിലൊക്കെ ഉണ്ട്. എന്തിനധികം ഈ ലിയ എന്ന റഹ്മത്ത് ആദ്യം തിരിച്ചറിഞ്ഞില്ല. അടുത്തേക്ക് സന്തോഷത്തോടു കൂടി ആലിംഗനം ചെയ്യാൻ വന്നപ്പോഴേക്ക് ലിയയുടെ രൂപവും എന്തായിട്ടുണ്ട്? അല്ലാഹു വലിയവനാണ്. അച്ഛനും അമ്മയില്ലാതെ ഹവ്വാ ബീവിയെ കൊടുത്തു അല്ലാഹു ആദം നബിക്ക്. അച്ഛനില്ലാതെ അമ്മയിലൂടെ മാത്രം യേശു ക്രിസ്തുവിനെ സയ്യിദുനാ ഈസയെ സമ്മാനിച്ചു അല്ലാഹു. വയസ്സായി 18 കൊല്ലം ക്ഷീണിച്ച് കളിച്ച് വിഷമിച്ച് തളർന്നെത്ത എല്ലാമായി. പക്ഷെ പുതിയൊരു വെളിച്ചത്തിലേക്ക് വന്നു. ലിയയുടെ സൗന്ദര്യം തിരിച്ചു കിട്ടി. ലിയക്ക് ആദ്യം തിരിച്ചറിയാൻ പറ്റിയില്ല എന്നാ പറയുന്നത്. ഭർത്താവിനെ, നിങ്ങൾ മാറി നിൽക്കുക മനുഷ്യ, ആരാ? ഞാൻ നിന്റെ അയ്യൂബാടി. അങ്ങനെയാണത്രേ
പിന്നീട് അവർ തമ്മിൽ സന്ധിച്ചതും ഖുർആൻ പറയുന്നു. പിന്നീട് യൗവനം കൊടുത്തു, പിന്നീട് സന്താനഭാഗ്യം കൊടുത്തു. പ്രവാചകന്മാരായ മഹാത്മാക്കളെ വീണ്ടും പുതിയ രീതിയിൽ, പുതിയ വെളിച്ചം, പുതിയ ലോകം. ലിയയുടെ കഥ ഇത് ഞാൻ എന്തിനാണ് നിങ്ങളോട് പറയുന്നത്? പക്ഷെ അവിടെ ഖുർആനിൽ ഒരു കഥ ഉണ്ട്. ഇന്നത്തെ പുതിയ തലമുറക്കൊക്കെ അതൊക്കെ ആവശ്യമാണ്. ഇവിടെയൊക്കെ നല്ല പ്രതിഭകളായ പല ചോദ്യങ്ങളെയും നേരിടുന്ന മിടുക്കികളും മിടുക്കന്മാരും ഒക്കെ ഉള്ളതാ. ഖുർആനിൽ ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്, അടിക്കുക ഭാര്യയെ. ഖുർആനില് ഭാര്യയെ അടിക്കുക എന്ന ഒരൊറ്റ സ്ഥലത്തേ ഉള്ളൂ. ഹദീസിൽ ഫദ്രിബ് അല്ലെങ്കിൽ ലറബ എന്ന് പറയുന്ന ഒരൊറ്റൊന്നും അടിക്കുക എന്ന അർത്ഥത്തിലല്ല. നിങ്ങൾ ചെറിയ കുട്ടികളായതുകൊണ്ട് ആഴത്തിലേക്ക് പോകുന്നില്ല. നമ്മളൊക്കെ അതിനങ്ങനെ അർത്ഥം വെച്ചു. കുറച്ച് പണക്കൊക്കെ ഉണ്ടായാൽ ആദ്യം ഒരു ഉപദേശമൊക്കെ കൊടുക്കുക, പിന്നെ അങ്ങോട്ടാക്കുക, പിന്നെ ഒരൊറ്റ അടി. ഖുർആനിലും സുന്നത്തിലും പറയുന്ന ഭാര്യമാരെ അടിക്കുക എന്ന വെർബിന്, വെർബ് എന്ന് പറഞ്ഞ അറബി ഭാഷയിൽ അടിക്കുക എന്ന് മാത്ര. ഇപ്പൊ ഞാനിപ്പോ എന്റെ സദസ്സെന്ന് പറയാ, ഞാനേ ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ, ഒന്നും തരൂല. അവിടെ തന്നാൽ എന്നൊരു പ്രയോഗ ഖുർആനില്. എന്നാ ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഖുർആനിൽ ആകെ ഒരു വെർബേ ഉള്ളൂ. ഭർത്താവിനോട് പറയാണ് അല്ലാഹു അയ്യൂബിനോട് അടിക്കുക. എന്നിട്ട് എന്തൊരു സുന്ദരം! എന്താ സംഭവം? സയ്യിദുന അയ്യൂബ് എന്ന ഭർത്താവ് വല്ലാതെ ക്ഷീണിച്ച് അവശനായി വിഷമിച്ചപ്പോൾ, കുടുംബത്തിലാകെ പ്രാരാബ്ധങ്ങളും പ്രയാസങ്ങളും വന്നപ്പോൾ, ഏതോ ഒരു ജ്യോത്സ്യൻ ബഹുദൈവ ആരാധന മന്ത്രതന്ത്രങ്ങളിലൂടെ സുഖപ്പെടുത്തി തരാമെന്ന് ലിയയോട് പറഞ്ഞു. ഈ ദുർബല നിമിഷത്തിൽ ആരും തകർന്നു പോകും. അപ്പൊ ലിയ പറഞ്ഞു, ആവട്ടെ, എന്നാ നിങ്ങളുടെ ആ മന്ത്രകുന്ത്രങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് ഞങ്ങളെ സുഖപ്പെടുത്തി തരൂ. വീട്ടിൽ വന്ന് അയ്യൂബ് അലൈഹിസ്സലാം എന്ന അള്ളാഹുവിന്റെ റസൂലായ പ്രിയപ്പെട്ട പ്രവാചകൻ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ നിങ്ങളെ സോക്കേട് മാറാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പൊന്നാരെ. അറിയാതെ പറഞ്ഞു പോയതാണ്. അത്തരം ഇസ്ലാമിക വിശ്വാസത്തിലില്ല അത്തരം കൂടോത്രങ്ങളും അത്തരം തന്ത്രകുന്ത്രങ്ങളും ഒന്നും. പക്ഷെ അറിയാതെ അവരങ്ങനെ പറഞ്ഞു പോയി. ഇത് കേട്ടപ്പോ സയ്യിദുനാ അയ്യൂബ് പറഞ്ഞു, എനിക്ക് സുഖാവട്ടെ, ഈ മാതിരിത്തെ തെറ്റ് ചെയ്തില്ലേ 100 അടി ഞാൻ തന്നെ അടിക്കും. പറഞ്ഞുപോയി, സത്യം ചെയ്തു പോയി, 100 അടി അടിക്കും. നമ്മുടെ ഗുരുനാഥൻ പറയാണ്, സയ്യിദുനാ അയ്യൂബ് അലൈഹിസ്സലാം ഈ ഒരു ദേശ സന്ദർഭത്തിൽ 100 അടി അടിക്കുമെന്ന് പറഞ്ഞപ്പോ ഖുർആനിന്റെ ശൈലി എന്താ, അള്ളാഹുവിന്റെ സമീപനം എന്താണ്? അങ്ങനെ പറഞ്ഞു പോയ സ്ഥിതിക്ക് ചെയ്യണം. എന്താ ഇനി മാർഗം? ഖുർആൻ പറയുന്നു, 100 കനലുകളുള്ള, അല്ലെങ്കിൽ 100 എന്തെന്നാ പേര് പറയാ മലയാളത്തിൽ നിനക്കറിയില്ല, തെങ്ങിന്റെ കൊലയിൽ നിന്ന് എടുക്കുന്ന 100 എണ്ണം ഉണ്ടെങ്കിൽ ഒരൊറ്റ അടി അതുകൊണ്ട് അടിച്ചാൽ എത്ര അടിയാവും? ഒരു നെൽക്കതിർ 100 വേരുകളുള്ള, അല്ലെങ്കിൽ 100 കമ്പുകളുള്ള, അത് കൂട്ടി ചൂല് പറഞ്ഞ വേഗം തിരിയോലോ. പക്ഷെ ചൂല് കൊണ്ട് എന്തായാലും പറ്റില്ല കേട്ടോ. അതായത് അടിക്കുമെന്ന് കുറച്ച് ദേഷ്യമുള്ള സന്ദർഭത്തിൽ അയ്യൂബ് അലൈഹിസ്സലാം പറഞ്ഞതുപോലും അള്ളാഹു എന്ത് ചെയ്തു? അത് ഡൈല്യൂട്ട് ചെയ്തു. അത് ക്യാൻസൽ ചെയ്യുന്നതിന് പകരം 100 അടിയായി തീരാൻ പറ്റുന്ന രൂപത്തിൽ ഒരു കൊലക്കതിറുകൾ കൊണ്ട് ഒരടി അടിക്കുക. അത് വേദനിപ്പിക്കാനല്ല, പറഞ്ഞ വാക്ക് പാലിക്കാനാണ്. ഒരിക്കലും അങ്ങനെ വിശ്വസിക്കരുത്. ഇത് ഞാൻ അതിന്റെ ഇടയിൽ കയറി പറഞ്ഞ എന്താ, ചിലരൊക്കെ അറിയാതെ ഓരോന്ന് ഇങ്ങനെ പറയും, ഞാനും പറഞ്ഞു പോയിട്ടുണ്ടാവും. ഒരിക്കൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ഇങ്ങനെയുള്ള സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കുറച്ചെന്തോ ഒരു അലോഹ്യം പറഞ്ഞു, സുഖമില്ലാത്ത സംസാരം പറഞ്ഞു. റസൂലുള്ളാഹിയുടെ മുഖത്ത് നോക്കി. അപ്പം വല്ലാതെ വിഷമിച്ചു റസൂലുള്ളാഹ്. അപ്പം മധ്യസ്ഥനായി അവരുടെ പിണക്കം തീർക്കാൻ വേണ്ടി പിതാവായ സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു. അബൂബക്കറിനോട് പരാതി പറയാൻ നിന്നപ്പോഴേക്ക് ചരിത്രം പറയുന്നു, അല്ലെങ്കിൽ പ്രസംഗകര് പറയുന്നു, ഒരൊറ്റ അടിയാണ് കൊടുത്തു അബൂബക്കർ സിദ്ദീഖ്.
എന്തുകൊണ്ട് ഇത് നമ്മൾ പ്രസംഗിക്കുമ്പോൾ പറയുന്നത് എന്തിനാ അറിയോ? അബൂബക്കർ സിദ്ദീഖിന്റെ മഹബത്തിന്റെ ഊക്ക് പറയാനാണ്. ഭർത്താവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അപമര്യാദയായി പെരുമാറിയ തന്റെ മകളെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഒരൊറ്റ അടിയണ്ട് കൊടുത്തു. എത്രയോ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടതായിരിക്കും. അരുതരുത്. പ്രമാണ ചരിത്ര വായനയിൽ എന്തൊക്കെ കണ്ടാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ വ്യക്തിത്വത്തിന്റെ പവിത്രതയ്ക്ക് കളങ്കമേൽപ്പിക്കുന്ന ഒന്നും ശരിയല്ല. ഇതെന്തുമാത്രം കഷ്ട! ആരെ അടിക്കരുത് എന്ന് പറഞ്ഞ പ്രവാചകൻ, മുഖത്തടിക്കരുത് എന്ന് പ്രത്യേകം പഠിപ്പിച്ച പ്രവാചകൻ, ഭാര്യയെ ഒരിക്കലും ഇത്തരം കാര്യത്തിന് വേണ്ടി അടിക്കരുത് എന്ന് പറഞ്ഞ പ്രവാചകൻ, ആ പ്രവാചകന്റെ കൺമുമ്പിൽ ഇട്ടിട്ട് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹായ ബാപ്പ അബൂബക്കർ സിദ്ദീഖ് അടിച്ചു പറഞ്ഞാൽ പിന്നെ എന്തിനാ നമ്മളൊക്കെ ഈ ഇസ്ലാമിന്റെ വർത്തമാനം പറഞ്ഞു നടക്കുന്നത്? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആയിഷയെ അടിച്ചു. നമ്മൾ ചോദ്യം ചോദിക്കണോ? ആയിഷ ബീവി അബൂബക്കർ സിദ്ദീഖിന്റെ മകളോ ഉമ്മയോ? ചോദ്യം കുറച്ച് കടുപ്പാ. ആരാ? മകളാ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ നിങ്ങളെ എനിക്ക് ഉമ്മയോ മകളോ? ചോദ്യം ഗൗരവത്തിൽ എല്ലാവരോടും. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയോ മകളോ? മകൾ. നിങ്ങൾ ചരിത്രം പറയുന്നു, ഞാൻ ഖുർആൻ പറയുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നു മോളാണ് ബീവി ആയിഷ. പക്ഷേ ഖുർആൻ പറയുന്നു വഅസ്വാജുഹു ഉമ്മഹാതുഹും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ സത്യവിശ്വാസികളായ ലോകവിശ്വാസികളുടെ മുഴുവൻ ഉമ്മമാരാണ്. അപ്പോൾ ആയിഷ ബീവി ഉമ്മയാണോ മകളാണോ? അപ്പൊ ചോദ്യത്തിന്റെ ആദ്യം തന്നെ മറുപടി എന്താ പറയേണ്ടത്? കുടുംബപരമായി സിദ്ദീഖിന്റെ മകളാണ്, ആധ്യാത്മികമായി സിദ്ദീഖിന്റെ ഉമ്മയാണ്. ഖുർആനാണ് വഅസ്വാജുഹു ഉമ്മഹാതുഹും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ ആയിഷ ബീവി ആവട്ടെ ഉമ്മു സലമ ആവട്ടെ ആരും റളിയല്ലാഹു അൻഹുന അജ്മഈൻ ഉമ്മഹാതുഹും, മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയാ? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ എന്ന് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖും പറയില്ല അങ്ങനെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ. അപ്പൊ ആയിഷ ബീവി ആരാ? അപ്പൊ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനാദരവ് കാണിച്ചു എന്ന കുറ്റം ചുമത്തിക്കൊണ്ടാണെങ്കിൽ പോലും മകളെ അല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നി സിദ്ദീഖുൽ അക്ബറിന് ആധ്യാത്മികമായി മാതൃസ്ഥാനത്താ ഉള്ളത്. അവരെ അടിച്ചു എന്ന് പറഞ്ഞാൽ ശരിയല്ല. അടിച്ചിട്ടില്ല, അടിക്കുകയുമില്ല. ചരിത്രകാരന്റെ ഭാഷയിൽ വിഷയത്തെ ഭംഗിയാക്കാൻ പറഞ്ഞു പോയിട്ടുണ്ടാകാം. എന്തുകൊണ്ടാണ് തെളിവ്? അടിക്കുമെന്ന് ശപഥം ചെയ്ത ഒരു പ്രവാചകനെ പോലും അടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഖുർആൻ പറഞ്ഞത് എന്താണ്? ആവട്ടെ, ഇനി അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇന്നത്തെ കഥയിലെ പ്രധാന തീം കൂടുതലൊന്നും പറയാൻ കഴിയുമെന്ന് തോന്നുന്നുമില്ല. പൊരുത്തം ഗുരുത്വം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സമർപ്പണം നമ്മൾ കൊടുത്താൽ നമുക്ക് തിരിച്ചു ലഭിക്കുന്ന റിസൾട്ടാണ് ഗുരുത്വം. ദുനിയാവ് കിട്ടും, പണം കിട്ടും, ജോലി കിട്ടും, അധികാരം കിട്ടും. ആ ഒരു ഗുരുത്വത്തിലേക്ക് നമ്മൾ ഉയരുക. ഇന്ന് ഞാൻ കൂടുതൽ പറഞ്ഞാൽ ഇവിടെ എത്തും തോന്നുന്നില്ല. ഒന്ന് ഞാൻ പറയാം, നിങ്ങളുടെ ഉമ്മയോട് നിങ്ങൾക്കിത് വാങ്ങാൻ കഴിയോ? കഴിയില്ലേ? നിധി ശേഖരത്തിന് നിങ്ങൾ കോലാർ ഗോൾഡ് ഖനിയിലേക്ക് പോകണ്ട, പെട്രോൾ ഖനിയിലേക്ക് പോകണ്ട. നമ്മുടെ വീട്ടിലെ ഉമ്മയിൽ നിന്ന്, നമ്മുടെ ബാപ്പയിൽ നിന്ന്, നമ്മളെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദിൽ നിന്നൊക്കെ ഈ ഒരു പൊരുത്തം, ഈ ഗുരുത്വം വാങ്ങാൻ കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു തിയറി ഉണ്ട്, ഇങ്ങനെ ഒരു സത്യമായ സംഗതിയുണ്ട്, അതിലേക്ക് ഉയരാൻ നമുക്ക് കഴിയണം. സമർപ്പണം എന്നതിൽ ഞാൻ ആധുനിക സംവിധാനങ്ങളോടൊക്കെ ചോദിച്ചു. ഗുരുനാഥന്മാരോട് സമർപ്പണം കാണിച്ച കഥ, മാതാപിതാക്കളോട് സമർപ്പണം കാണിച്ച, അർപ്പണം ചെയ്ത കഥ, അതിൽ നിന്ന് ഏറ്റവും ബുദ്ധിപരമായതും ഏറ്റവും ആഴമുള്ളതും പഠിപ്പിച്ചു തരുമോ? രണ്ട് കഥ ഞാൻ കണ്ടുപിടിച്ചു. ഒന്ന്, ഗുരുനാഥന്റെ കൃപയ്ക്ക് വേണ്ടി, പൊരുത്തത്തിന് വേണ്ടി കൈവിരൽ മുറിച്ച് ഗുരുപാദത്തിൽ കൊടുത്ത ഒരു കഥയുണ്ട്.
എല്ലാവർക്കും അറിയാമായിരിക്കും. അതും അറിയില്ല. സലീം കുമാറിനെ ഏതായാലും അറിയില്ല, ഇതും അറിയില്ല. ഭാരതീയമായ ചരിത്രത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു കഥയാണിത്. ഗുരുനാഥനോട് കാണിക്കേണ്ട ബഹുമാന, ആദരവ്, സമർപ്പണം എന്തുമാത്രം ഉന്നതമാകണമെന്ന് പഠിപ്പിക്കാൻ ഭാരതീയമായി മഹാഭാരതത്തിലെ ആദിപർവത്തിലെ ഒരു മഹത്തായ ചരിത്രമാണത്. ഏകലവ്യൻ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, എന്നാലും ഈ വിഷയത്തിന്റെ ഭാഗമായി ഒന്നുകൂടി കേൾക്കുക. വേടകുലത്തിൽ പിറന്ന, കാട്ടിൽ വനത്തിൽ പിറന്ന താഴ്ന്ന ജാതിക്കാരിൽപ്പെട്ട ഒരുത്തനാണ് ഏകലവ്യൻ. ഇതിൽ കുറെ കഥ ഉണ്ട്, കുറെയൊക്കെ വലുതായ നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയും. മുമ്പൊരിക്കൽ ഇങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞു തന്ന കഥയിൽ മുമ്പ് ഞാനത് കേട്ടിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. ഭാരതീയ കഥകളാവട്ടെ, ഇസ്ലാമിക കഥകളാകട്ടെ, സൂഫി കഥകളാകട്ടെ, ജ്ഞാനത്തിന്റെ വലിയ നിധികളാണ്. ഏകലവ്യന്റെ കഥയൊക്കെ ഇവിടെ പുതിയ ആളുകൾ, മതവിരോധികൾ, മതനിഷേധികൾ പരിഹാസത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഒരിക്കലും അനുവദിക്കില്ല അത്. വനത്തിൽ പാർക്കുന്ന പാവപ്പെട്ട താഴ്ന്ന ജാതിക്കാരിൽപ്പെട്ട ഏകലവ്യം വന്നു, എനിക്ക് അസ്ത്രവിദ്യ അഭ്യസിക്കണം. അങ്ങനെ വന്നത് ആ കാലഘട്ടത്തിലെ മഹാഗുരുവായ ദ്രോണാചാര്യർ. ദ്രോണാചാര്യർ അസ്ത്രവിദ്യയിൽ അതിവിദഗ്ധനാണ്. ഏത് രൂപത്തിലും അത് ആ കല അറിയുന്നവർക്കറിയാം. ഈ ഏകലവ്യം എന്ന് പറഞ്ഞു, എനിക്ക് ദയവായി അസ്ത്രവിദ്യ അഭ്യസിക്കണം, അമ്പെയ്ത്ത് പഠിക്കണം, ഗുരു അങ്ങ് എന്നെ സന്തോഷിപ്പിക്കണം, സ്വീകരിക്കണം, എനിക്ക് അമ്പെയ്ത്ത് കല പഠിപ്പിച്ചു തരണം. പക്ഷെ അന്നത്തെ രാജ നടപ്പ് പ്രകാരവും ഭാരതീയമായ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ജാതീയമായ, ഞാനൊന്നും പറയുന്നില്ല, ഏകലവ്യനോട് ദ്രോണാചാര്യർ പറഞ്ഞു, നിന്നെ ശിഷ്യനായി സ്വീകരിക്കാൻ എനിക്ക് വയ്യ. കാരണം അർജുനനെ പഠിപ്പിക്കുന്ന ട്യൂഷൻ മാഷാണ്. രാജകുടുംബത്തിലെ വലിയ പാണ്ഡവരെയും കൗരവരെയും ഒക്കെ പഠിപ്പിക്കുന്ന വലിയ തമ്പുരാനാണ് ദ്രോണാചാര്യർ. അത് എതിരായ രൂപത്തിൽ ചിലരൊക്കെ പറയാറുണ്ട്, ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഏകലവ്യനെ സ്വീകരിക്കാൻ ആരും തയ്യാറായില്ല. ദ്രോണാചാര്യർ തയ്യാറായില്ല. നിന്നെ പഠിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. രാജകൊട്ടാരത്തിൽ നിന്ന് വന്ന വിലക്കായിരിക്കാം, ജാതീയമായ താഴ്ന്ന ജാതിക്കാരോടുള്ള അവഗണനയുടെ ഭാരതീയ ദുഃഖങ്ങളുടെ ഭാഗമായിരിക്കാം. ഏകലവ്യൻ കരഞ്ഞു. എനിക്ക് അമ്പെയ്ത്തിൽ ലോകത്ത് ഏറ്റവും വലിയ മിടുക്കനാകണമെന്ന് കരുതി സൂത്രം പിടിക്കാൻ പറ്റുന്ന കയ്യും നല്ല കരുത്തുമായി വന്ന ഏകലവ്യനെ പഠിപ്പിക്കാൻ ഉസ്താദ് തയ്യാറായില്ല. ദ്രോണാചാര്യരെ മുഖത്തേക്ക് വീണ്ടും നോക്കി. അദ്ദേഹം പഠിപ്പിക്കുന്നത് കുറെ ദൂരെ നിന്ന് നോക്കി. ദ്രോണാചാര്യരോട് എന്തെന്നില്ലാത്ത ബഹുമാനം വന്നു. തൻ്റെ ഗുരുസ്ഥാനത്ത് ഈ മഹാനുഭാവനാണ്, എന്നെ അദ്ദേഹം പഠിപ്പിക്കാൻ തയ്യാറല്ലെങ്കിൽ ഞാൻ അതിനുള്ള പരിഹാരം കാണുമെന്ന് പറഞ്ഞ് കാട്ടിലേക്ക് പോയി ഗുരുവിന്റെ ഒരു മൺപ്രതിമയുണ്ടാക്കി എന്നാണ് ഭാരതീയ ചരിത്രം. അതായത് ദ്രോണാചാര്യരുടെ അതേ കാഴ്ചയിലുള്ള ഒരു പ്രതിമയുണ്ടാക്കി സങ്കല്പിച്ചു. ഇത് വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്നത് നല്ലതാ. നമുക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടണോ, ആ ഒരു സമർപ്പണ ബോധത്തോടുകൂടി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ട്. ജയിക്കാൻ വായന മാത്രമല്ല, പഠിക്കാൻ പഠനവും ബുദ്ധിയും മാത്രമല്ല. ദ്രോണാചാര്യർ എന്ന മഹാഗുരു അമ്പെയ്ത്ത് കല പഠിപ്പിക്കാൻ തയ്യാറാകാതെ വന്നപ്പോഴ് കാട്ടിൽ പോയി ഗുരുവിന്റെ മൺപ്രതിമയുണ്ടാക്കി. ഇത് തന്നെയാണ് എൻ്റെ ഗുരു എന്ന് സങ്കല്പിച്ചു. അങ്ങ് പഠിച്ചു, സ്വന്തം പഠിച്ചു. തോൽപ്പിക്കണം നമുക്ക് ചരിത്രത്തെ. സ്കൂളിലെ ബാക്ക് ബെഞ്ചിലിരുന്ന് മാർക്ക് കുറവാണെന്ന് പറഞ്ഞ് അധ്യാപകരോ നാട്ടുകാരോ അല്ലെങ്കിൽ ബാപ്പ തന്നെയോ നീ ഒന്നും പഠിക്കില്ല മണ്ടി എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കണം നമുക്ക്. നമ്മുടെ മനസ്സിന്റെ പവർ പുറത്തേക്കെടുക്കുക. സമർപ്പണ ബോധത്തോടെ ദ്രോണാചാര്യർ എന്റെ ഗുരുനാഥനാണെന്ന് സ്വയം തീരുമാനിച്ച് സങ്കല്പിച്ച് മൺപ്രതിമയുടെ മുമ്പിൽ അമ്പെയ്ത്തിന്റെ പരിശീലനം നേടി മികവുറ്റ അമ്പെയ്ത്തുകാരനായി. എത്രത്തോളം മഹാഭാരതം പറയുന്നത്, കുറച്ചു കഴിഞ്ഞ് ദ്രോണാചാര്യരും അദ്ദേഹത്തിന്റെ ഇഷ്ടശിഷ്യനായ അർജുനനും അവരെല്ലാം കൂടെ കാട്ടിലേക്ക് നായാട്ടിന് പോയി. കൂടെ ഉണ്ടായിരുന്ന നായ കുരക്കാൻ തുടങ്ങി. സംഭവം എന്താണ്? നമ്മുടെ പ്രിയപ്പെട്ട ഏകലവ്യൻ അമ്പെയ്ത്തിന്റെ കലയും കഴിഞ്ഞ് ധ്യാന നിമഗ്നനായി ഇരിക്കുകയാണ്. നായയുടെ കൊരയും ശബ്ദവും കേട്ടപ്പോ ഏകലവ്യൻ അമ്പെടുത്തു. സൂത്രത്തിൽ
7 പോയിന്റിലേക്ക് അസ്ത്രം തൊടുത്തു വിട്ടു. നായയ്ക്കൊന്നും പറ്റാതെ നായയുടെ കൊര അവസാനിപ്പിക്കാൻ 7 അസ്ത്രങ്ങൾ. ഭാരതീയമായ പൈതൃകത്തിലൊക്കെ വലിയ വലിയ തത്വങ്ങളുണ്ട് എന്ന് മാത്രം നിങ്ങൾ കേൾക്കുക. 7 അമ്പ ചെയ്തിട്ട് നായയ്ക്കൊന്നും പറ്റാതെ നായയുടെ കൊരയെ അവസാനിപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ അമ്പ ചെയ്തു. ദ്രോണാചാര്യർ അറിഞ്ഞു വിവരം, ഓടി വന്നു. നായയുടെ ഈ രൂപത്തിൽ അമ്പ ചെയ്തത് ആരാ? നായയ്ക്കൊന്നും പറ്റാതെ കൊര നിർത്തിയല്ലോ, എന്താ സംഭവം? അപ്പോഴുണ്ട് അപ്പുറത്ത് ഏകലവ്യൻ. ഇതിങ്ങനെ അമ്പെയ്ത്ത് ആര് പഠിപ്പിച്ചു? ഇത്രയും സൂത്രത്തിൽ നായ്ക്കൊന്നും പറ്റാതെ ഈ രൂപത്തിൽ അമ്പെയ്ത്ത് കല നീ എങ്ങനെ പ്രയോഗിച്ചു? ഗുരു വന്ദനം, നമസ്കാരം. ദ്രോണാചാര്യർ അങ്ങ് തന്നെയാണ് എൻ്റെ ഗുരു. അതാ കണ്ടില്ലേ, ഈ കാട്ടിലും വനത്തിനുള്ളിലും അങ്ങയുടെ പ്രതിമ തീർത്ത് എൻ്റെ ഗുരുവാണെന്ന് സങ്കല്പിച്ച് അങ്ങയെ തന്നെയാണ് ഞാൻ ഗുരുവായി നമസ്കരിച്ചത്. അപ്പോഴും പ്രശ്നം ഞാൻ പറയാൻ കുറച്ച് സങ്കടമുണ്ട്, എന്നാലും പറയാം. പക്ഷെ ഇതിൽ നിന്ന് പാഠം പഠിക്കേണ്ടത് എന്താണ്? ഈ ഒരു ദൃഢനിശ്ചയ ബോധ്യത്തോടു കൂടി നമ്മൾ ഇറങ്ങിയാൽ ലോകത്തെവിടെയും നമുക്ക് ജയിക്കാൻ കഴിയും. എനിക്ക് ദ്രോണാചാര്യരിൽ നിന്ന് പഠിക്കണം. അയാൾ എന്നെ സ്വീകരിക്കില്ലെങ്കിൽ ഞാൻ അയാളുടെ മൺപ്രതിമയുണ്ടാക്കിയിട്ട് സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഏതായാലും അർജുനന്റെ മുമ്പിൽ അർജുനനെക്കാളും വിദഗ്ധനായ അമ്പെയ്ത്തുകാരൻ ഉണ്ടാകുന്നു എന്നറിഞ്ഞപ്പോൾ അവർക്കത് പറ്റിയില്ല. അപ്പൊ ഇവനെ വെറുതെ വിട്ടാൻ പറ്റില്ല. അപ്പൊ ദ്രോണാചാര്യർ പറഞ്ഞത്രേ, അവിടെ ചെറിയൊരു വിയോജിപ്പ് എനിക്കുണ്ട്, പക്ഷെ ഞാൻ പറയില്ല. ദ്രോണാചാര്യർ പറഞ്ഞത്രേ, ഓഹോ ഞാനാണ് ഗുരു, ഞാനാണ് നിന്നെ ഈ രൂപത്തിൽ പഠിച്ചെടുത്തത് എന്ന് പറയുന്നു. എന്നാൽ ഗുരുദക്ഷിണ വേണം. ആ ഭാരതീയമായ അങ്ങനെയുണ്ട്, ഗുരുദക്ഷിണ കൊടുക്കുക പരിപാടി. ഇവിടെ ഒന്നുമില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോ കൊടുക്കണോ? 1 മണിക്കൂർ പഠിപ്പിച്ചാലും ഗുരുവാണ്, അവർക്കും കൊടുക്കണോ? പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും നല്ല എന്താ അറിയോ? വില പിടിച്ച മൂല്യമുള്ള ദക്ഷിണ തരിക. അതെന്താ? നിങ്ങളുടെ കൈവശമുള്ള ഏറ്റവും മൂല്യമുള്ള ദക്ഷിണ കയ്യിലുള്ള വാച്ചോ? അല്ല, സൂറത്തുൽ ഫാത്തിഹ. നിങ്ങൾ നല്ല ഫാത്തിഹ കോതി ദുആ ചെയ്യുമ്പോൾ, ഉമ്മക്കും ബാപ്പക്കും വേണ്ടിയൊക്കെ ദുആ ചെയ്യുമ്പോൾ നമുക്കും കൂടി തരിക കുറച്ച്. ഇരിക്കട്ടെ, ദ്രോണാചാര്യർ പറഞ്ഞു ഗുരുദക്ഷിണ വേണം. എന്തു തരും? എന്തു തരണം? നിന്റെ തള്ളവിരൽ, വലതു കൈയിന്റെ തള്ളവിരൽ ഗുരുദക്ഷിണയായി തരണമെന്ന് പറഞ്ഞപ്പോൾ എന്താ കാരണം? അർജുനനെ തോൽപ്പിക്കാൻ ഒരു കാലഘട്ടത്തിലും ഏകലവ്യം വരാൻ പാടില്ല. കൈ തന്നെ ദക്ഷിണയായി ആവശ്യപ്പെട്ട് തമ്പ് മുറിച്ച് ഗുരുവിന്റെ പാദത്തിൽ സമർപ്പിച്ചു എന്നാണ് ഭാരതീയ കഥ. ഇത് പക്ഷെ ഞാൻ അത്ര അങ്ങ് മറ്റു നിലക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. എങ്കിലും അതിലെ പൊരുൾ എന്താണ്? ഒരു വിദ്യാർത്ഥി ലോകം മുഴുവൻ തന്നെ ബഹിഷ്കരിച്ചാലും, സ്ഥാപനങ്ങൾ മുഴുവൻ തനിക്ക് വാതിൽ കൊട്ടിയടച്ചാലും മനോബലത്തോടുകൂടി പഠിച്ചുയരണമെന്ന് കരുതിയാൽ ഏകലവ്യനാകാം. അടുത്ത വാക്ക് ഗുരുവിനെ ദക്ഷിണ കൊടുക്കാൻ പെരുവിരൽ മുറിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ പോലും അതിന് തയ്യാറാണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ കഴിയണം. സമർപ്പണമാണ്, ചോദ്യമില്ല. ഉമ്മക്ക് എന്തു കൊടുക്കണം, ഉമ്മക്ക് എങ്ങനെ കൊടുക്കണം, ഇസ്ലാമിക ചരിത്രത്തിലേക്ക് വരിക. ഏറ്റവും ഉത്കൃഷ്ടമായ സംഭവമല്ലേ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഅബ പരിസരത്ത് ഇങ്ങനെ നിൽക്കുക. ഇത് തലേ കയറൂല വേഗം. ഏകലവ്യനൊക്കെ പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ കഅബ പരിസരത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോഴുണ്ട് ഒരാള് ഒരു വയസ്സായ ഉമ്മയെ ചുമലിലേറ്റി കഅബ തവാഫ് ചെയ്യുന്നു. ഉമ്മനെ ഇതൊക്കെ ഇന്നത്തെ തലമുറ പഠിച്ചാൽ ചുമലിലേറ്റുന്ന അവിടെ നിൽക്കട്ടെ, ഉമ്മയുടെ ചെരുപ്പൊന്നും ഇങ്ങോട്ട് എടുത്തു തരൂ എന്ന് പറയുമ്പോൾ പോലും എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ മക്കളും കൽബ് കൊണ്ട് കേൾക്കുക. നമുക്ക് ഗുരുത്വം വേണം, നമുക്ക് ജയിക്കണം. ഉമ്മയാണ് ഗുരുത്വം തരേണ്ടത്, പാപ്പയാണ് ഗുരുത്വം തരേണ്ടത്, ഉസ്താദുമാരാണ് ഗുരുത്വം തരേണ്ടത്. അവരിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു സ്നേഹം എന്തെങ്കിലും ഒന്ന് വാങ്ങി നമ്മുടെ സ്റ്റോറേജിൽ വെക്കണം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഅബ പരിസരത്ത് കാണുകയാണ്, ഒരു മനുഷ്യൻ ഉമ്മയെ ചുമലിലേറ്റി തവാഫ് ചെയ്യുന്നു. അന്വേഷിച്ചപ്പോൾ യമനിൽ നിന്ന് വരികയാണ്. യമനിൽ നിന്ന് വന്നതാണ്. സ്വന്തം ഉമ്മയ്ക്ക് ഒരു ഹജ്ജ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു തവാഫും ഉംറയും ചെയ്യണം എന്ന് കരുതിയപ്പോൾ ഉമ്മാനെ ചുമലിലേറ്റി കൊണ്ടുവന്ന് വ്യക്തമായ തവാഫ്. ഇപ്പൊ വല്ലാത്തൊരവസ്ഥ.
യമനിൽ നിന്ന് ചുമലിലേറ്റി സ്വന്തം മാതാവിനെ പരിശുദ്ധ കഅബ ഷരീഫിന്റെ അടുത്തെത്തിച്ച് തവാഫ് ചെയ്യാൻ ഈ മകനെ കണ്ടപ്പോ, അപ്പൊ ഈ മകനും തോന്നി അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ശിഷ്യനാണ്, പ്രഗൽഭ പണ്ഡിതനാണ്, ഞാൻ ചെയ്യുന്ന ഈ ധർമ്മം വലിയ പുണ്യമാണ്, അത് അദ്ദേഹം അംഗീകരിക്കുമായിരിക്കും എന്ന് കരുതിയിട്ട് ചോദിച്ചു, അതറാനി അന്നീ അദ്ദൈതു ഹഖഹാ, എന്റെ ഉമ്മായോട് കൊടുക്കേണ്ട കടപ്പാട് ഞാൻ പൂർത്തിയാക്കി എന്ന് അങ്ങേക്ക് തോന്നുന്നില്ലേ? യമൻ രാജ്യത്തുനിന്ന് ചുമലിലേറ്റി ഉമ്മയെ എടുത്ത് മക്ക വരെ വന്ന് തവാഫ് ചെയ്യ വലിയൊരു കാര്യല്ലേ? എന്റെ ഉമ്മ എനിക്ക് ഇങ്ങോട്ട് തന്നതിന് ഞാൻ അങ്ങോട്ട് കടപ്പാട് പൂർത്തിയാക്കി എന്ന് സയ്യിദുന അബ്ദുല്ലാഹിബ്നു ഉമർ അങ്ങേക്ക് തോന്നുന്നില്ലേ? അപ്പോഴാണ് സയ്യിദുന അബ്ദുല്ലാഹിബ്നു ഉമർ പറഞ്ഞത്, ലാ ലാ വലൗ ലിസഫ്രത്തിൻ വാഹിദ, നീ ഈ കളി മരണം വരെ കളിച്ചാലും നിന്റെ പ്രിയപ്പെട്ട മാതാവ് നിന്നെ പ്രസവിക്കുന്ന സന്ദർഭത്തിൽ അനുഭവിച്ച നൊമ്പരത്തിന്റെ വേദനയില്ലേ, ആ ഒരൊറ്റ നിമിഷത്തിൽ അനുഭവിച്ച ആ പ്രസവ നൊമ്പരത്തിൽ അതിന് പകരമാകാൻ കഴിയില്ല മോനെ. ഇതാണ് ഉമ്മ. ഈ ഉമ്മക്കാണ് നാം ചെയ്യേണ്ടത്. ഇതിപ്പം ലോകം ഇന്ന് വളർന്നു, മൊബൈലിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഉമ്മ പറയാണ്, ഉമ്മി മൊബൈലിൽ തന്നെ ആയിരിക്കും, അത് വേറെ കാര്യം, ആ ചെരുപ്പൊന്ന് എടുക്കുക പറഞ്ഞാൽ നമുക്ക് കഴിയുന്നില്ല. ലോകത്ത് ജയിച്ചവരൊക്കെ അങ്ങനെയാണ് ജയിച്ചത്, എല്ലാവരും ജയിച്ചത് അങ്ങനെയാണ്. അബൂബക്കർ സിദ്ദീഖ് ജയിച്ചത് അങ്ങനെയാണ്, എല്ലാ മഹാന്മാരും ജയിച്ചത് അങ്ങനെയാണ്. ഭാരതീയ കഥയിലേക്ക് തന്നെ പോയാൽ ഇതുപോലെയുള്ള ചരിത്രം ഭാരതീയമായ ചരിത്രത്തിൽ വീണ്ടും നമുക്ക് കാണാൻ പറ്റും. അത് സെയിമാണ്. ഈ മഹാന്മാരുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം ഒരേപോലെയാണ്. രാമായണത്തിൽ ഒരു കഥാപാത്രമുണ്ട്, ശ്രവൺ കുമാർ. ഇതൊക്കെ ഒന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്നുണ്ട്. ഈ ശ്രവൺ കുമാർ തന്റെ മാതാപിതാക്കളായ ശാന്തനുവും ജ്ഞാനവതിയും, അച്ഛനും അമ്മയാ, അവര് വയസ്സായി. മകനോട് പറഞ്ഞു, ശ്രവണകുമാറിനോട്, ഞങ്ങൾക്കാകെയുള്ള പൂതി ഭാരതത്തിലാകെ ചുറ്റി നടന്ന് കാശിയിലും കാവേരിയിലും എല്ലാ ക്ഷേത്രവും ഒക്കെ ഒന്ന് കാണണം. അതിൻ്റെ പേരിൽ അന്ന് ശ്രവൺ കുമാർ ചെയ്ത പണിയാണ്, ഒരു നല്ല മുളയെടുത്തു, നല്ല 2 കൊട്ട കെട്ടി തോളത്തേക്ക് വെച്ചു, അച്ഛനെയും അമ്മയെയും കവടിയിൽ ഇരുത്തി ലോകം ചുറ്റിയ വ്യക്തിയാണ് ശ്രവൺ കുമാർ. ഗുരുത്വത്തിന്റെ കഥ പറയുമ്പോ, സമർപ്പണത്തിന്റെ ചരിത്രം പറയുമ്പോ, ഭാരതീയ ചരിത്രത്തിൽ പറയുന്ന ഏറ്റവും വലിയ സംഭവമാണ് കാവടി യാത്ര. ഇത് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ, 2 കൊട്ട, അച്ഛൻ ഒന്നിലും അമ്മ ഒന്നിലും, എന്നിട്ട് ഇതുമായിട്ട് എവിടം വരെ പോയി എന്നാ പറയുന്നത്? മധുരയിൽ പോയി, കാശിയിൽ പോയി, അയോധ്യയിൽ പോയി. ഈ അച്ഛനെ അമ്മയെയും ഈ രൂപത്തിൽ പരിപാലിച്ച ഭാരതീയ കഥാപാത്രമാണ് ശ്രവൺ കുമാർ. ഇനി അങ്ങോട്ട് പറയുന്നത് പിന്നെ കുറച്ച് വിഷമമാണ്. അയോധ്യയിലെ ദശരഥ ചക്രവർത്തി സരയൂ നദിയിൽ വെള്ളമെടുക്കുന്ന സന്ദർഭത്തിൽ എന്തോ ചെറിയ അബദ്ധം ചെയ്തു എന്നൊക്കെ പറയുന്നു, അത് വിഷയമല്ല. നമുക്കിവിടെ പറയാനുള്ള വിഷയം, അച്ഛനമ്മമാരെ സ്നേഹിക്കുക, സേവിക്കുക, അവർക്ക് വേണ്ടി എന്ത് സമർപ്പിക്കാൻ പറ്റുമോ സമർപ്പിക്കുക. ഞാൻ എൻ്റെ സംസാരം ഇവിടെ നിർത്തുന്നു. സമർപ്പണത്തിന്റെ കഥയിൽ ഏറ്റവും വലിയ കഥ ഏത് എന്ന് ചരിത്രത്തോട് ചോദിക്കുക. അയ്യൂബ് നബിയുടെ ലിയയുടെ കഥ നാം പറഞ്ഞു. ഭാരതീയ കഥകൾ എമ്പാടും നമുക്ക് പറയാനുണ്ട്. ക്രൈസ്തവ സമൂഹത്തിലെ പത്രോസിന്റെ ത്യാഗം നിറഞ്ഞ കഥ പറയാനുണ്ട്, അന്ത്രോണിയുടെ കഥ പറയാനുണ്ട്. എന്നാൽ ലോക ചരിത്രത്തിൽ ഒരു വ്യക്തി തീർത്ത സ്നേഹത്തിന്റെ കഥ മാത്രം പറഞ്ഞ് ഈ സെഷൻ നമുക്ക് നിർത്താം. പക്ഷെ എന്ത് ചരിത്രം കിട്ടണം നിങ്ങൾക്ക്? ഇന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഉമ്മയുടെ കയ്യിലുണ്ട് ഈ നിധി, പാപ്പയുടെ കയ്യിലുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് പാത്ത് സ്കൂളിൽ ഖുർആൻ പഠിപ്പിക്കുന്ന, മദ്രസ പഠിപ്പിക്കുന്ന, അല്ല മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആരോ ആകട്ടെ, ആ ഗുരുദാനന്മാരുടെ ഒക്കെ കയ്യിലുണ്ട്. നിങ്ങൾ അത് വാങ്ങാൻ ശ്രമിക്കുക. അതിനെപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടുമോ നോക്കുക. ഫഅലാമത്തുൽ മുസ്തഖ്ദിമീന മഅൽ കിറാമി തഅദ്ദുബുൻ, വളരാനുള്ളവരാണ്, ഉയരാനുള്ളവരാണ് എന്ന മക്കളുടെ അടയാളം ആദരണീയരുടെ കൂടെ അതോടുകൂടി പെരുമാറി വളരുന്നതായി കാണാം. ആ സമർപ്പണത്തിലെ ലോകോത്തര ചരിത്രമാണ്. അത് പറഞ്ഞ് നമുക്ക് ഈ സെഷൻ നിർത്താം. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് കാണിച്ചതുപോലെയുള്ള ഒരു സമർപ്പണത്തിന്റെ, ബഹുമാനത്തിന്റെ
വിനയത്തിന്റെ, താഴ്മയുടെ, സേവത്തിന്റെ, കാരുണ്യത്തിന്റെ, ഹിദ്മത്തിന്റെ കഥ ലോകത്ത് വേറെ എവിടെയില്ല. എങ്ങനെ പറഞ്ഞു പോയാലും അങ്ങോട്ടാണ് എത്തുക. പെട്ടെന്ന് പറയട്ടെ, ഹൃദ്യമാണത്, നമ്മുടെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കാൻ പറ്റുന്ന സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനായ അബൂബക്കർ സിദ്ദീഖാണ് ഹിജ്റയിലെ കൂട്ടുകാരൻ. പരിശുദ്ധ മക്കയിൽ നിന്ന് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനത്തിന്റെ വിജയകരമായ മുന്നേറ്റത്തിന് വേണ്ടി പരിശുദ്ധ മദീനയിലേക്ക് പലായനം നടത്തുകയാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിലൂടെ വന്ന് അങ്ങനെ ഗാർ സൗർ ഗുഹയുടെ മുകളിലേക്ക് പോയി കഥയുണ്ട്. ചരിത്രം പറയുന്നത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട ഗുരുവിനെ, തന്റെ പ്രിയപ്പെട്ട റസൂലുള്ളാഹിയെ ചുമലിലേറ്റി നടന്നു എന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരലമർത്തി നടന്നു, വിരലടയാളം ശത്രുക്കൾ കാണാതിരിക്കാൻ. അപ്പോഴും വിരലിന് പൊട്ടുപറ്റി, വല്ലാതെ വേദനിച്ചു. സിദ്ദീഖുൽ അക്ബർ ചുമലിലേക്ക് കയറ്റി. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഇനി നിങ്ങളുടെ രൂപം ഒന്ന് മാറട്ടെ. അപ്പൊ നമ്മൾ പറയാൻ പോണത് ആരെയാ? സയ്യിദുനാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് പോകുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയേ. സൗർ ഗുഹയിലെത്തി. ഖുർആൻ പറയുന്നുണ്ട്, ഇത് യഖൂലു ലി സ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. വലിയ ചരിത്രമാണ്, അതിപ്പോ പറയണ്ട. സിദ്ദീഖ് 3 ദിവസം തന്റെ പ്രിയപ്പെട്ട പ്രവാചക പുങ്കവരെ സമർപ്പണം ഇതുപോലെ കാണിച്ച ലോക ചരിത്രമില്ല. ഗുഹയ്ക്കകത്ത് ഒരു മാളം കണ്ടപ്പോഴ് അതിലൂടെ ഒരു പാമ്പ് വന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതി തന്റെ കാൽപാദത്തെ വെച്ച് കുത്തുവാങ്ങിയ ആളാണ് അബൂബക്കർ സിദ്ദീഖ്. അതൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. പിന്നെ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി മദീനയിലേക്ക് 3 ദിവസം കഴിഞ്ഞ്. ഈ 3 ദിവസം ഗുഹാവാസത്തിനിടെ വേണ്ടതുപോലെ ആഹാരമില്ല, വേണ്ടതുപോലെ സുരക്ഷിതമായ ഉറക്കില്ല. പുന്നാർ നബിയായി പോവാണ്. 36 കിലോമീറ്റർ കടന്നു. സൗർ ഗുഹയിൽ നിന്ന് കൃത്യം 36 കിലോമീറ്റർ. അതെങ്ങനെ എന്ന് മനസ്സിലായത്? അവിടെ കഴിഞ്ഞ മാസം പോകാനുള്ള ഭാഗ്യം ഈ വിനീതൻ ലഭിച്ചു. ചരിത്രത്തിൽ മുഴുവൻ പറയുന്നുണ്ട്, വഴിയുടെ നീളം ശത്രുക്കളുടെ ശല്യത്തെ പേടിച്ച്, ഭീഷണിയെ ഭയപ്പെട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നീങ്ങുകയാണ്. കുറെ മുമ്പോട്ട് പോയി നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓവർടേക്ക് ചെയ്തിട്ട് കുറെ മുമ്പോട്ട് പോയി നോക്കും. നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്ക്. മക്ക മദീനയിലെ ആ ഹിജറ പാതയിലൂടെ സിദ്ദീഖുൽ അക്ബർ പിന്നെ കുറെ കഴിഞ്ഞ് പുറകോട്ട് നടക്കും റളിയല്ലാഹു അൻഹു. കുറെ പുറകോട്ട് പോയിട്ട് തിരിച്ചു വരും. അപ്പൊ സിദ്ദീഖിനോട് റസൂലുള്ളാഹി ചോദിച്ചു, അബൂബക്കർ താങ്കൾ എന്തെങ്ങനെ കുറെ മുമ്പോട്ടും പിന്നെ കുറെ പുറകോട്ടും? പലപ്പോഴും പറയാറുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹിജറയാണ് നടത്തിയതെങ്കിൽ ആ യാത്രയിൽ സിദ്ദീഖുൽ അക്ബർ 3 ഹിജറ നടത്തിയിട്ടുണ്ട്, 3 പ്രാവശ്യം നടന്നതുപോലെ. അപ്പൊ സിദ്ദീഖ് പറഞ്ഞു, നബിയെ അദ്കുറു റസദ്, ഞാന് നമ്മെ കാത്തിരിക്കുന്ന ഏതെങ്കിലും ശത്രുക്കൾ വഴിയിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാ മുമ്പോട്ട് പോകുന്നത്. അത് ഓർമ്മ വരുമ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് പോയി വാച്ച് ചെയ്യും. തിരിച്ച് പുറകോട്ട് പോകുന്നത് എന്തിനാ? നമ്മളെ അന്വേഷിച്ചു വരുന്ന ആരെങ്കിലും ഉണ്ടോ? അവരാരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങേ രക്ഷപ്പെടുത്താൻ വേറെ മാർഗം പിടിക്കണം. അങ്ങനെ പോയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പ്രത്യേക പോയിന്റിലെത്തി. കൃത്യം 36 കിലോമീറ്റർ എന്ന് ഇന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. അവിടെ അത്യാവശ്യം വലിയൊരു പാറയുണ്ട്, തണല് കൊടുക്കാൻ പറ്റുന്ന ഏകദേശം ഒരു നല്ല മല. അത് കണ്ടപ്പോൾ സിദ്ദീഖിന് മനസ്സിലായി, കുറച്ചെങ്കിലും ഒന്ന് വിശ്രമിക്കാൻ ഇവിടെ പറയാം, ഇവിടെ കിടക്കാം, ഇവിടെ വിശ്രമിക്കാം. അങ്ങനെ ആ ചെറിയ കുന്നുമ്മ കയറി. ആ കുന്നുമ്മൽ കഴിഞ്ഞ മാസം പോയി വന്നതുകൊണ്ട് സന്തോഷത്തോടെ പറയുന്നു, പഴയകാല ചരിത്രത്തിലൊന്നും അത് കാണൂല. ഇന്ന് സൗദി അറേബ്യയിലെ ചരിത്ര ഗവേഷകന്മാർ ഓരോന്നും കണക്കാക്കിയപ്പോ തിരുനബിയുടെ ഹിജറ യാത്രയിലെ സിദ്ദീഖുൽ അക്ബർ വിവരിച്ച ആ തണല് നൽകുന്ന പാറ എവിടെയാണെന്ന് അവർ കണ്ടുപിടിച്ചു. ഹെലികോപ്റ്ററിന്റെയും ഗൂഗിളിന്റെയും സഹായത്തോടെ ആ ഭാഗം മുഴുവൻ കവർ ചെയ്തപ്പോ ഹദീസിൽ പറഞ്ഞ അബൂബക്കർ സിദ്ദീഖിന്റെ വിവരണത്തിലുള്ള കറക്റ്റ് പാറ അവർ കണ്ടെത്തി. ഇപ്പൊ അങ്ങോട്ട് ടൂറിസ്റ്റുകൾ വ്യാപകമായി പോകുന്നില്ലെങ്കിലും ഇന്നലെയും മെനിയാന്ന് എൻ്റെ പൊന്നുമോൾ ആമിന എന്ന ചെറിയൊരു മോളുണ്ട്, അത് കാണാൻ പോയിട്ട് ആ ഗുഹയിൽ മണ്ണ് കാരി കളിച്ച ആ ഹൃദ്യമായ രംഗം, അതിന്റെ വീഡിയോ എനിക്ക് അയച്ചു തന്നു. ഈ പാറക്കല്ലിൻ്റെ അടുത്ത് എത്തി സിദ്ദീഖ്. അപ്പൊ സിദ്ദീഖിന് മനസ്സിലായി, ഇവിടുന്ന് നോക്കിയാൽ ദൂരെ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കാണുകയും ചെയ്യാം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയിട്ടത്രയായി, സുഖമായി ഒന്ന് വിശ്രമിക്കട്ടെ എന്ന് കരുതി തൻ്റെ കയ്യിലുള്ള ഉത്തരീയം വിരിച്ച് മണലൊക്കെ മാറ്റി
ആ പാറക്കല്ലിന്റെ തണലിൽ കിടക്കാൻ സൗകര്യം കൊടുത്തു. അങ്ങ് ഉറങ്ങുക, അങ്ങ് വിശ്രമിക്കുക. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ഒരു കുലുക്കൂല്ല. സലാം പറയുമ്പോ നല്ല ഉറക്ക സലാം പറഞ്ഞല്ലോ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ സ്നേഹ സമർപ്പണം ഒന്ന് കേട്ടു നോക്കുക. എല്ലാ മനഃശാസ്ത്രജ്ഞന്മാരും ഇതർത്ഥം വെച്ച് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് കിടക്കാനുള്ള ഒരു സൗകര്യം കൊടുത്ത് സിദ്ദീഖ് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ശത്രുക്കൾ ആരെങ്കിലും വരുന്നുണ്ടോ? എവിടുന്നാ ഒരു ഗ്ലാസ് വെള്ളം കിട്ടുക? എവിടുന്നാ ഒരു ഗ്ലാസ് പാല് കിട്ടുക? എൻ്റെ പ്രിയപ്പെട്ട നേതാവ് ഈ രൂപത്തിലാണല്ലോ വിഷമിച്ച് കിടക്കുന്നതല്ലാ, എന്താണ് പരിഹാരം? അങ്ങനെ ആ പാറക്കല്ലിന്റെ പോയിന്റിൽ നിന്ന് കുറച്ചങ്ങ് നീങ്ങിയപ്പോൾ രണ്ടാൾക്കാരുണ്ട് ഇങ്ങോട്ട് വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് പറയാ, ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് അവർ ഉദ്ദേശിച്ചത്. എന്താണത്? ഈ പാറക്കല്ലിന്റെ താഴ്വരയിൽ തണലത്ത് വിശ്രമിക്കാൻ വരിക. സിദ്ദീഖ് ആകെ ഭയപ്പെട്ടു. റസൂലുള്ളാഹിനെ കിടത്തി ഉറക്കി പോന്നതാ. അപ്പൊ അവരോട് സിദ്ദീഖ് പറഞ്ഞു അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അവരെ വേറെ വഴിക്ക് തിരിച്ചു വിട്ടു. അപ്പുറത്ത് പോയപ്പോ ഒരു ഇടയനുണ്ട്, ആടുകളെ പോറ്റുന്ന ഇടയൻ. ഇടയനോട് പറഞ്ഞു, കുറച്ച് പാല് തരാവോ? അന്ന് അറേബ്യയിലെ സാഹചര്യം അനുസരിച്ച് വഴിയാത്രക്കാര് പാല് ചോദിച്ചാൽ കൊടുക്കുക എന്ന ധർമ്മം മര്യാദ അവർക്കുണ്ട്. ചരിത്രം പറയുന്നത് പാറക്കല്ലെടുത്തു. പാല് കറന്നെടുക്കാൻ പറ്റുന്ന കുമ്പിളായി നിൽക്കുന്ന പാറക്കല്ലെടുത്ത് അത് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി. ഇതൊക്കെ വിശദമായ ചരിത്രമാണ്. എന്തിന്? ഇതിൽ പാലെടുത്ത് കൊടുക്കുന്നത് ആർക്കാ? എന്തെങ്കിലും ആരോഗ്യകരമായൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ആടിന്റെ അകിടിലേക്ക് വെള്ളമൊഴിച്ച് തെളിച്ചു, ശുദ്ധിയാക്കി വൃത്തി. ഇവിടൊക്കെ മഹാന്മാര് പറയുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖിന്റെ റസൂലുള്ളാഹിയുടെ പരിപാലനത്തിൽ കാണിച്ച അതീവ ശ്രദ്ധയുടെ ബഹുമാനമാണിതൊക്കെ. വെള്ളം തളിച്ച് അകിടത്തിൽ നിന്ന് പാല് കറന്നെടുത്ത് നിറയെ പാല് പാറക്കല്ലുകൊണ്ട് തീർത്ത ഒരു പാത്രത്തിൽ ശുദ്ധമായ ആട്ടും പാലുമായി സയ്യിദുനാ സിദ്ദീഖ് പരിശുദ്ധ ഗാർ സൗറിൽ നിന്ന് 36 കിലോമീറ്റർ ദൂരെയുള്ള ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന തണലേകുന്ന ആ പാറക്കല്ലിന്റെ അടുത്ത് എന്ന് റസൂലുള്ളാഹി സുന്ദരമായിട്ട് ഉറങ്ങുകയാണ്. തലേന്ന് രാത്രി 3 രാത്രി മര്യാദക്ക് വിശ്രമിച്ചിട്ടില്ല. എന്തൊരു ഉറക്ക്! സല്ലല്ലാഹു അലൈഹി വസല്ലം അർവാഹുനാ ഫിദാക യാ റസൂലല്ലാഹ്. വല്ലാത്ത ഒരു ഉറക്ക്. ഉറക്കിനേക്കാളും നല്ലത് പാലാണോ? പാലിനേക്കാളും നല്ലത് ഉറക്കാണോ? സിദ്ദീഖ് പാലും പിടിച്ച് അങ്ങനെ കാത്തിരുന്നു. സിദ്ദീഖ് തന്നെയാണ് ഈ കഥ പറഞ്ഞത്. ഈ കഥ പറഞ്ഞതൊക്കെ വലിയ ചരിത്രം, അതിപ്പോ പറയാനാവില്ല. കുറച്ചു കഴിയുമ്പോൾ റസൂൽ ഞെട്ടി ഉണർന്നു. ഈ ഹിജറ യാത്രയിലാണ് ലോക ചരിത്രത്തിലെ സമർപ്പണത്തിന്റെ ഏറ്റവും വലിയ വാക്കുണ്ടായത്. ഇത് പറയാൻ നമുക്ക് കഴിയണം എന്നും റസൂലുള്ളാഹിയോട്. റസൂലുള്ളാഹി ഉണർന്നപ്പോൾ ഈ പാൽപാത്രം അങ്ങ് കൊടുത്തു. സിദ്ദീഖ് അതങ്ങനെ നോക്കി നിന്നു. ഈ കഥ പിൽക്കാലത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവതരിപ്പിച്ചപ്പോൾ അവിടുന്ന് പറയുകയാണ്, ഫശരിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹത്താ തവൈതു. ഇന്നത്തെയും എന്നത്തെയും സന്ദേശമാകട്ടെ ഈ പദം. എന്താ പറയുന്നത്? റസൂലുള്ളാഹിക്ക് പാലങ്ങ് കിട്ടിയപ്പോൾ ഫശരിബ റസൂലുള്ളാഹി ഹത്താ തവൈതു, എനിക്ക് ദാഹം തീരുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പാല് കുടിച്ചു. വ്യാകരണം കൊണ്ട് ഒപ്പിക്കാൻ കഴിയില്ല. പാല് കുടിച്ചതാര്? റസൂലുള്ളാഹി. ദാഹം തീർന്നതാര്? അബൂബക്കർ സിദ്ദീഖ്. അതാണ് അനാനിയത്തില്ല, ഞാൻ എന്ന ഭാവമില്ല. ഗുരുവിന് ലയിച്ചു ഫനാ ആയി. റസൂലുള്ളാഹി അന്യമായി കാണുന്നില്ല, തന്റെ ഭാഗമായി കാണുന്നു. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസ്. ഇവിടെ ഇന്ന് നിങ്ങൾക്ക് തരുന്ന സന്തോഷം അബൂബക്കർ സിദ്ദീഖിന്റെ ആ പരിശുദ്ധമായ വചനമാണ്. റസൂലുള്ളാഹി ആ പാല് കുടിച്ചു. ഹത്താ തവൈതു, എനിക്ക് ദാഹം തീർന്നു, ഞാൻ ആ സുന്ദര മുഹൂർത്തം കണ്ട് ആസ്വദിച്ചു. സല്ലല്ലാഹു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. മൂല്യങ്ങൾ ചരിത്രത്തിൽ നിന്ന് പഠിക്കുക, ഗുരുത്വം ജീവിതത്തിൽ പുലർത്തുക. ഇതുമായി ബന്ധപ്പെട്ട് കുറെയൊക്കെ ഇങ്ങനെ വായിക്കും പലപ്പോഴും. അപ്പോഴൊക്കെ ചിലതൊക്കെ കാണുമ്പോൾ വല്ലാതെ ഹർഷപുളകിതമായ ചരിത്ര, പക്ഷെ അത് നടപ്പിലാക്കാൻ കഴിയുമോ നമുക്ക് എന്ന ബേജാറാ. നിങ്ങളൊക്കെ കേട്ടൊരു ചരിത്രമുണ്ട്. സയ്യിദുനാ അലി
റളിയല്ലാഹു അൻഹുവിന്റെ മകൻ സയ്യിദുന അൽ ഹുസൈൻ, അവരുടെ മകൻ സയ്യിദുന അലി, അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അലി സൈനുൽ ആബിദീൻ. അവരുടെ പ്രിയപ്പെട്ട മാതാവ് പേർഷ്യയിലെ രാജകുമാരിയാണ്. പേർഷ്യൻ രാജകുമാരിയിലാണ് സയ്യിദുന അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ഭൂജാതരായത്. ചരിത്രം പറയുന്നു, ഉമ്മയോട് വല്ലാത്ത സ്നേഹമാണ്, ഉമ്മയോട് അടക്കാനാകാത്ത താലോലമാണ്. പക്ഷേ ഉമ്മ ആഹാരം കഴിക്കാൻ അങ്ങ് തുടങ്ങുമ്പോഴേക്ക് അലി സൈനുൽ ആബിദീൻ മാറി നിൽക്കും. ഈ സദസ്സിൽ കേരളത്തിലെ ഒരൊറ്റ കലാലയത്തിനും ഇല്ലാത്ത ഒരു വലിയ ഭാഗ്യമുണ്ട് നിങ്ങൾക്ക്. ഈ അലി സൈനുൽ ആബിദീന്റെ പുന്നാര മക്കൾ പഠിക്കുന്ന, അവര് കളിക്കുന്ന, അവരുടെ സന്തോഷം പങ്കുവെക്കുന്ന കലാലയ മുറ്റത്താണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ചോദിച്ചു, വല്ലാത്ത സന്തോഷം തോന്നി. ആ ആദരണീയമായ കുടുംബത്തിലെ മക്കൾ, പെൺകുട്ടികളും ആൺകുട്ടികളും, നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കുക, ഈ മാതൃകകൾ നമുക്ക് പുലർത്താൻ കഴിയണം. സയ്യിദന അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു നിങ്ങളുടെ വല്യുപ്പ, വല്യുമ്മയുടെ പേര് ഹൈസുറാൻ എന്നാണ്, പേർഷ്യൻ ചക്രവർത്തി രാജകുമാരിയാണ്. ആ ഉമ്മയ്ക്ക് പിറന്ന അലി സൈനുൽ ആബിദീൻ റസൂലുള്ളാഹിന്റെ പൗത്രനാണ്. വലിയ സ്നേഹ ഉമ്മയോട്, വലിയ ബഹുമാനാണ് ഉമ്മയോട്. പക്ഷെ ആഹാരം കഴിക്കാൻ ഇങ്ങ് നിൽക്കുമ്പോഴേക്ക് മാറിക്കളയും. മാറിയിട്ട് ദൂരെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കും. എന്നിട്ട് ഉമ്മ ആഹാരം കഴിക്കുന്ന സന്തോഷം ഇങ്ങനെ കാണും. ഇവിടെ കഥ ഭക്ഷണം കഴിച്ച രീതിയല്ല. ആരോ ചോദിച്ചു, അലി സൈനുൽ ആബിദീൻ അങ്ങ് ആഹാരം കഴിക്കുന്നത് വരെ ഉമ്മയുടെ കൂടെ ഇരുന്നു, ആഹാരം കൂടെ കഴിക്കാത്തത് എന്തേ? അപ്പൊ പറഞ്ഞ വാക്ക്, ഇത് അതിസൂക്ഷ്മാണ്, ഇത് മനസ്സിലാകാൻ പോലും പണിയാ. ഞാൻ എൻ്റെ ഉമ്മയുടെ കൂടെ ആഹാരം കഴിക്കാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടൊന്നും അല്ല, എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടും അല്ല. രണ്ടുപേരും ഒരേ തളികയിൽ ആഹാരം കഴിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു നല്ല കഷണം, ഭക്ഷണത്തിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, നല്ല പോയിന്റുകൾ ഉണ്ടാവും ചിലപ്പം ഭക്ഷണത്തിൽ, ഉമ്മയുടെ മനസ്സിലും അത് എടുക്കണമെന്ന് ആഗ്രഹിക്കും. ഉമ്മയുടെ മനസ്സിൽ ആഗ്രഹിച്ച ആ കഷ്ണം എടുക്കാൻ ഉമ്മ മനസ്സിൽ കരുതി കൈ ഉയർത്തുമ്പോഴേക്ക് എനിക്ക് അതിലേക്കുള്ള ആവേശം കൂടുതൽ വന്ന് ഞാൻ അത് കയ്യിലേക്ക് എടുത്തുപോയാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ വെറുപ്പിച്ചു എന്ന കൂട്ടത്തിൽ ഞാൻ അകപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. ഇത് തിരിയാൻ കുറച്ച് പണിയാ. അപ്പൊ എങ്ങനെ വേണം ഉമ്മയെ കൊണ്ട് നടക്കാൻ, എങ്ങനെ വേണം ഉപ്പയെ കൊണ്ട് നടക്കാൻ? എന്താ പറഞ്ഞത്? ഒന്നുകൂടെ പറഞ്ഞാൽ തിരിയുമായിരിക്കും. ഉമ്മ മനസ്സിൽ കരുതുകയാണ് അത് എടുക്കണം, അത് കഴിക്കണം. കൈ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് മുൻപ് ചെറുപ്പക്കാരനായ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു പറയാ, അത് ഞാൻ എടുത്തുപോയാൽ ഉമ്മയുടെ മനസ്സിൽ ഞാൻ വിചാരിച്ച ആ കഷ്ണം അവൻ തട്ടിയല്ലോ, ഇത് ഞാൻ ഉമ്മയെ വെറുപ്പിച്ചു എന്ന കൂട്ടത്തിൽ ഞാൻ അകപ്പെടുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ് ഉമ്മയുടെ കൂടെ ആഹാരം ആ തളികയിലിരുന്ന് കഴിക്കാത്തതെന്ന് പറഞ്ഞ ഇതായിരുന്നു നമ്മുടെ മൂല്യം. സയ്യിദന ബിശ്റുനിൽ ഹാഫി റളിയല്ലാഹു അൻഹു, എനിക്ക് ഇഷ്ടമുള്ള ഒരു പേരാണത്. ഡോക്ടർ ബിശ്ർ എൻ്റെ കൂടെയുണ്ട്. ബിശ്റുനിൽ ഹാഫി റളിയല്ലാഹു അൻഹു വല്ലാത്ത ഉയർന്ന ആളാണ്, വല്ലാത്ത ഉയർന്ന ആളാണ്. ആധ്യാത്മികമായി ഒരു കാലഘട്ടത്തിൽ ചക്രവർത്തി പദത്തിലാണ് സയ്യിദന ബിശ്റുനിൽ ഹാഫി റളിയല്ലാഹു അൻഹു. ജനങ്ങൾക്ക് അദ്ദേഹത്തോട് എന്തെന്നില്ലാത്ത സ്നേഹമാണ്, ആധ്യാത്മികമായ മഹബത്തിന്റെ എന്തെന്നില്ലാത്ത പരിലാളനയാണ്. ബിശ്റിനോട് ആരോ ചോദിച്ചു, ബിശ്ർ, നിങ്ങൾ ഇത്രയും ഔന്നിത്യം നേടാൻ എന്താ കാരണം? ജനങ്ങൾ മുഴുവൻ നിങ്ങളെ ഈ വിധം സ്നേഹിക്കാൻ എന്താണ് കാരണം? എന്തോ ഒരു ഗുരുത്വം എവിടുന്നോ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോഴാണ് സയ്യിദന ബിശ്റുനിൽ ഹാഫി റളിയല്ലാഹു അൻഹു എന്ന ആധ്യാത്മ ഗുരുനാഥൻ പറഞ്ഞത്, മറ്റൊന്നുമല്ല, എൻ്റെ ഉമ്മാക്ക് ഞാൻ ചെറുപ്പത്തിൽ വല്ലാതെ ഖിദ്മത്ത് ചെയ്യും, ഉമ്മയെ ഞാൻ വല്ലാതെ പരിലാളിക്കും. ആ ഉമ്മ എനിക്ക് വേണ്ടി ദുആ ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. എന്നെ എൻ്റെ മോൻ സ്നേഹിക്കുന്നത് പോലെ സത്യവിശ്വാസികളുടെ മനസ്സകങ്ങളിലെ സ്നേഹം, മഹബത്ത് എൻ്റെ പൊന്നുമോന് നീ നൽകണേ അല്ലാഹ്. എൻ്റെ ഉമ്മയുടെ ദുആ എൻ്റെ കാര്യത്തിൽ അല്ലാഹു തആല സ്വീകരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ സന്ദേശം നിങ്ങൾക്ക് നൽകി സമർപ്പണം എന്ന അധ്യായത്തിന്റെ മനസ്സിൽ കരുതിയ വിഷയത്തിന്റെ ആമുഖം മാത്രം പറഞ്ഞ് ഇവിടെ നിർത്താം. എന്തുകൊണ്ട്? ഇതല്ലാത്ത പരിഹാരമില്ല. നമ്മുടെ കർമ്മങ്ങളുടെ അളവോ, നമ്മുടെ ഐക്യുവിന്റെ മികവോ,
നമ്മുടെ കഠിന പ്രയത്നങ്ങളുടെ തിളക്കമോ അതിലുമൊക്കെ അപ്പുറമാണ്. വബില്ലാഹി തൗഫീഖ്. ആ ഗുരുത്വത്തെ സമർപ്പണത്തിലൂടെ സ്വീകരിക്കുക. ഉമ്മയെ ഞാൻ നിങ്ങൾക്ക് തന്നു, പാപ്പായെ തന്നു, ഗുരുനാഥന്മാരെ തന്നു, പഠിച്ച സ്ഥാപനത്തോടുള്ള കടപ്പാട്, കൂട്ടുകാരോടുള്ള സ്നേഹം, പാവപ്പെട്ടവരോടുള്ള കടപ്പാട്. ഏത് സാധുവിനെയും നമ്മൾ നിസ്സാരപ്പെടുത്തരുത്. അവരുമായൊക്കെ സമ്പർക്കപ്പെട്ട് അവരുടെ മനസ്സിലൊരു സ്നേഹത്തിന്റെ ഈ എനർജി സൃഷ്ടിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ ഈ രൂപത്തിൽ വേണം എനർജി സ്വീകരിക്കാൻ. ഉസ്താദുമാരുടെ എനർജി അവരിൽ നിന്ന് നമുക്ക് ആവാഹിക്കാൻ കഴിയണം. ലോകത്തിന്റെ മുഴുവൻ അതിൽ വെച്ച് ഏറ്റവും വലിയ ആളാണ് ഹബീബായ ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ. എന്നും കാരുണ്യം നൽകുന്ന, കനിവ് നൽകുന്ന ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. അവിടത്തേക്ക് സമർപ്പണം കൊടുക്കുക. ആ സമർപ്പണം നമ്മൾ പക്ഷെ പ്രമാണങ്ങൾ പോലും വായിക്കുമ്പോൾ തെറ്റിപ്പോവുക. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. വലിയ അർത്ഥഗർഭമായ പ്രമാണങ്ങളെ നമ്മൾ ശുഷ്കിപ്പിക്കുകയാണ് വ്യാഖ്യാനിച്ചിട്ട്. എന്താ നമ്മൾ അർത്ഥം വെക്കല്? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഓ സത്യവിശ്വാസികളെ, സ്വല്ലു അലൈഹി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുവീൻ, വസല്ലിമു തസ്ലീമാ, സലാമുൻ ചൊല്ലുവീൻ. ഇത്ര സുഗന്ധ അർത്ഥം വെക്കാൻ. വസല്ലിമു തസ്ലീമാ, അതിനങ്ങനെയൊക്കെ പറയണോ? സല്ലു വസല്ലിമു എന്ന് പറഞ്ഞാൽ പോരെ? വസല്ലിമു തസ്ലീമ തികച്ചും സമർപ്പണത്തിന്റെ ഏറ്റവും ഉയർന്ന അളവിൽ ആദരവായ റസൂലുള്ളാഹിക്ക് നിങ്ങളുടെ മനസ്സ് സമർപ്പിക്കുക, നിങ്ങളുടെ മഹബത്ത് സമർപ്പിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി, പുന്നാര നബിയുടെ പേരിൽ സ്വലാത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കുക. വസല്ലിമു തസ്ലീമാ, സമർപ്പണത്തോടുകൂടെയുള്ള കീഴടങ്ങിക്കൊണ്ടുള്ള ജീവിതം. അവിടുന്ന് എന്ത് കൽപ്പിച്ചോ കാര്യകാരണങ്ങളൊന്നും അന്വേഷിക്കാതെ ജീവിതത്തിൽ പുലർത്തുന്ന ഒരു സമർപ്പണത്തിലേക്ക് ഉയരുക. ഈ അർത്ഥം എവിടുന്ന് കിട്ടി? പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നു, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. അർത്ഥം വെക്കൽ എങ്ങനെയാ? സൂറത്തുൽ ബഖറ. ഇബ്രാഹിമിനോട് തന്റെ നാഥൻ പറഞ്ഞു, അസ്ലിം, താങ്കൾ മുസ്ലിം ആവുക. എന്തർത്ഥാണത്? സയ്യിദന ഇബ്രാഹിം നബിയാണ്, റസൂലാണ്, ഉലുൽ അസ്മാണ്. അസ്ലിം എന്ന് പറഞ്ഞാൽ അവിടെ മുസ്ലിം ആവുക എന്നല്ല, അത്തസ്ലീം എന്ന ഒരു പദവിയുണ്ട്. തവക്കുലിനേക്കാളും വലിയ അതിന്റെയും മുകളിലാണ് തസ്ലീം. കാര്യകാരണ ബന്ധങ്ങളെപ്പോലും അന്വേഷിക്കാതെ, അതിന്റെ യുക്തിയൊന്നും ചിന്തിക്കാതെ പൂർണ്ണമായ കീഴടങ്ങൽ. അതാണ് ഇത് ഖാല ലഹു റബ്ബുഹു. സയ്യിദന ഇബ്രാഹിമിന്റെ നാഥൻ ഇബ്രാഹിമിനോട് പറഞ്ഞു, അസ്ലിം, മുസ്ലിം ആവുക എന്നല്ല, തസ്ലീം പദവിയിലേക്ക് ഉയരുക. ഞാൻ ഈ ക്യാമ്പസിന്റെ മുറ്റത്ത് വെച്ച് പറയുമ്പോ നിങ്ങൾ എല്ലാ നിലവാരത്തിലും ഉയരണം. തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് കിടന്നുറങ്ങല് ഒരു നിലവാരാ. അതിനേക്കാൾ ഉയർന്നതാണ് എന്ന തഫ്വീദ്. അതിനേക്കാളും ഉയർന്ന തവക്കുലാണ് തസ്ലീം. അതുകൊണ്ടല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാം അഗ്നികുണ്ഡത്തിലേക്ക് നീങ്ങിയപ്പോ 40 വർഷത്തോളം അഗ്നികുണ്ഡത്തിൽ കിടന്നില്ലേ? ചരിത്രം ഖുർആൻ പറയുന്നില്ലേ? അവിടെ വെച്ച് അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ സയ്യിദന ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചത്രേ, ഇബ്രാഹിം, സയ്യിദന ഇബ്രാഹിമിനോട് ജിബ്രീൽ വല്ല സഹായവും വേണോ? അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെടുന്ന സന്ദർഭത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിമിനോട്. അപ്പോഴദ്ദേഹം പറഞ്ഞു, ഓ പ്രിയപ്പെട്ട സഹോദരൻ ജിബ്രീൽ, സഹായം ഇപ്പോൾ തരുന്നത് താങ്കളുടെ ഭാഗത്തു നിന്നാണോ അതോ താങ്കളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണോ? തീർച്ചയായും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന്. അപ്പോഴാണ് സയ്യിദന ഇബ്രാഹിം പറഞ്ഞത്, ഇൽമുഹു ബിഹാലി യുഗ്നി അൻ സുആലി. പ്രിയപ്പെട്ട ജിബ്രീൽ, മാറി നിൽക്കുക. ഞാൻ ഏതൊരവസ്ഥയിലാണ് കൈകൊള്ളുന്നത്, ഞാൻ ഏതൊരു പ്രതിസന്ധിയിലാണ് ഉള്ളത് എന്ന് നല്ലപോലെ അറിയുന്ന എന്റെ റബ്ബായ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇൽമുഹു ബിഹാലി യുഗ്നി അൻ സുആലി. ഈ പരിപാടിക്കാണ് അസ്ലിം. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഈ സമർപ്പണത്തിലേക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ. അതുകൊണ്ടാണ് ഇബ്രാഹിം എന്ന പ്രിയപ്പെട്ട പ്രവാചകന്റെ പൊന്നുമോൻ ഇസ്മായിൽ അറുക്കാൻ പറഞ്ഞപ്പോ, യാ ബുനൈ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക്
അത് വലിയ വിശകലനം ചെയ്യേണ്ട വിഷയ. അവിടേക്ക് ഞാൻ പോണില്ല. ഇസ്മായിൽ കിടന്നു കൊടുക്കുകയാണ്. യാ അബതി ഫഅൽ മാ തുഅ്മർ. അവിടെയും ഖുർആൻ പറയുന്നു ഫലമ്മാ സല്ലമാ വതല്ലഹു ലിൽ ജബീൻ. ഇവിടെയും സല്ലമ സമർപ്പണാണ്. ഈ സമർപ്പണത്തിൽ ചോദ്യം ഉത്തരവൊന്നുമില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ ആ സമർപ്പണ ബോധത്തോടു കൂടി ഉയരാൻ, ആദരവായ റസൂലുള്ളാഹിയോട് തസ്ലീം ചെയ്യാൻ, നമ്മുടെ ഗുരുജനങ്ങളോടും നമ്മുടെ പ്രമാണങ്ങളോടുമൊക്കെ പൂർണ്ണ കീഴടക്കവും കീഴൊതുക്കവും ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് സൽബുദ്ധി വർദ്ധിപ്പിക്കട്ടെ, ഹിദായത്ത് വർദ്ധിപ്പിക്കട്ടെ, വിജയം സമ്മാനിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.